ഹലോ ഓൾ. നമ്മൾ ഇന്ന് പഠിക്കുന്നത് കേരള ജോഗ്രഫിയുടെ ഭാഗമായിട്ടുള്ള കേരളത്തിലെ നദികളെ കുറിച്ചിട്ടാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ഇന്നത്തെ കേരളത്തിലെ നദികളെ കുറിച്ചിട്ടുള്ള ആദ്യത്തെ ക്ലാസ് ആണ്. അപ്പൊ നമുക്ക് കേരളത്തിലെ നദികളെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അപ്പൊ നമുക്ക് ആദ്യം നദികളെ കുറിച്ച് കുറച്ച് കോൺസെപ്റ്റുകൾ അറിയണം. എന്താണ് ഡ്രെയിനേജ് അഥവാ നീരൊഴുക്ക്? ഇനി എന്താണ് ഡ്രെയിനേജ് സിസ്റ്റം അഥവാ നീരൊഴുക്ക് വ്യൂഹം? എന്താണ് കാച്ച്മെന്റ് ഏരിയ? അതിന്റെ മലയാളം ടേം ഞാൻ കൂടെ എഴുതി പോവാം. ഡ്രെയിനേജ് എന്ന് പറഞ്ഞാൽ നീരൊഴുക്ക്. ഞാൻ ഇങ്ങൊന്ന് മാറ്റിക്കോട്ടെ. നീരൊഴുക്ക് എന്നാണ്. നീരൊഴുക്ക്. നീരൊഴുക്ക്. ഇനി ഡ്രെയിനേജ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ നീരൊഴുക്ക് വ്യൂഹം എന്നാണ്. നീരൊഴുക്ക് വ്യൂഹം. ഇനി കാച്ച്മെന്റ് ഏരിയ എന്ന് പറഞ്ഞാൽ അതിന്റെ മലയാളം വൃഷ്ടിപ്രദേശം. എന്താണ്? വൃഷ്ടിപ്രദേശം എന്നാണ്. വാട്ടർ ഡിവൈഡ് എന്ന് പറഞ്ഞാൽ ജലവിഭാജകം എന്നാണ്. ജലവിഭാജകം എന്നാണ്. ഇനി നമ്മുടെ റിവർ ബേസിൻ എന്ന് പറഞ്ഞാൽ അത് നദീതടം എന്നാണ് അർത്ഥം. എന്താണ്? നദീതടം. വാട്ടർ ഷെഡ് എന്ന് പറഞ്ഞാലോ അതിനെ നീർത്തടങ്ങൾ എന്നാണ് പറയുന്നത്. നീർത്തടങ്ങൾ. അപ്പൊ നമുക്ക് എന്തൊക്കെയാണ് ഓരോന്നൊന്ന് നോക്കിയാലോ. എന്താണ് ഡ്രെയിനേജ് എന്ന് പറഞ്ഞാൽ കൃത്യമായ ചാലുകളിലൂടെയുള്ള ജലത്തിന്റെ നീരൊഴുക്കിനെയാണ്. കൃത്യമായ ഒരു നദി ഒഴുകുന്നത് എങ്ങനെയാണ്? ഒരു ഡെസിക്കേറ്റഡ് ചാനൽ ഉണ്ടായിരിക്കും അല്ലെ? അപ്പൊ കൃത്യമായ ചാനലിലൂടെ ഒരു നദി ഒഴുകുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാ? ജലത്തിന്റെ ഒഴുക്കിനെയാണ് നമ്മൾ എന്ത് പറയാ? നീരൊഴുക്ക് എന്ന് പറയാ. അപ്പൊ നീരൊഴുക്ക് വ്യൂഹം എന്താണ്? നീരൊഴുക്ക് വ്യൂഹം എന്ന് പറയുന്നത് ഇത്തരം നീരൊഴുക്കുകളുടെ ഒരു ശൃംഖല. ഇങ്ങനത്തെ ഒരു നീരൊഴുക്ക് വ്യൂഹത്തിന്റെ ഒരു ശൃംഖലനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നീരൊഴുക്ക് വ്യൂഹം എന്ന് പറയുന്നത്. നീരൊഴുക്ക് വ്യൂഹം എന്ന് പറയുന്നത് ഇത്തരം ഡ്രെയിനേജുകളുടെ അല്ലെങ്കിൽ നീരൊഴുക്കുകളുടെ ഒരു കൂട്ടത്തിനെയാണ് നമ്മൾ നീരൊഴുക്ക് വ്യൂഹം എന്ന് പറയുന്നത്. ഇനി എന്താണ് കാച്ച്മെന്റ് ഏരിയ എന്ന് പറയുന്നത്? ഒരു നദിയിലേക്ക്, ഇതിപ്പോ ഒരു നദിയാണെന്ന് വിചാരിക്കും, ഈ നദിയിലേക്ക് എത്തുന്ന വെള്ളം, എവിടുന്നെല്ലാം ഈ നദിക്ക് ജലം ലഭിക്കുന്നുണ്ടോ അതെല്ലാം ഇതിന്റെ എന്താണ്? കാച്ച്മെന്റ് ഏരിയ ആണ്, അല്ലെങ്കിൽ വൃഷ്ടി പ്രദേശമാണ്. ഒരു നദിക്ക് വെള്ളം എത്തുന്ന, ഒരു നദിയിലേക്ക് വെള്ളം എത്തുന്ന നിശ്ചിത പ്രദേശത്തിനെയാണ് നമ്മൾ എന്ത് പറയാ? വൃഷ്ടിപ്രദേശം എന്ന് പറയാ. വൃഷ്ടിപ്രദേശം എന്ന് പറയാ. അപ്പോ ഡ്രെയിനേജ് ബേസിൻ അഥവാ നീർത്തടം എന്ന് പറഞ്ഞാൽ എന്താണ്? ഡ്രെയിനേജ് ബേസിൻ അഥവാ നീർത്തടം എന്ന് പറയുന്നത് ഒരു നദിയും അതിന്റെ പോഷക നദികളും ചേരുന്ന മുഴുവൻ പ്രദേശത്തിനെയാണ് നമ്മൾ പറയുന്നത്. നദിയും ഒരു മെയിൻ നദിയും അതിന്റെ പോഷക നദികളും, അതിന്റെ പോഷക നദികളെല്ലാം ചേർന്നതിന് ഇതിന് ഇത്രയും ഒരു ഏരിയ കണ്ടോ? ഈ നദികളും ഈ നദിയുടെ പോഷക നദികളും എല്ലാം ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഈ ഒരു ഏരിയ കണ്ടോ? ഈ ഒരു ഏരിയനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നീർത്തടം അഥവാ നദീതടം എന്ന് പറയുന്നത്. നീർത്തടം അഥവാ നദീതടം എന്ന് പറയുന്നത്. ഇനി ഈ ഡ്രെയിനേജ് ബേസിൻ നീർത്തടം അഥവാ ഇതിന്റെ അളവിനനുസരിച്ചിട്ട് നമ്മൾ അതിനെ രണ്ടായിട്ട് തിരിക്കുന്നുണ്ട്. നദീതടം എന്നും അതേപോലെ തന്നെ നീർത്തടം എന്നും രണ്ടായിട്ട് നമ്മൾ അതിനെ തിരിക്കുന്നുണ്ട്. നദീതടങ്ങൾ എന്നും നീർത്തടങ്ങൾ എന്നും. റിവർ ബേസിൻ എന്ന് പറഞ്ഞാൽ നദീതടം, വാട്ടർ ഷെഡ് എന്ന് പറഞ്ഞാൽ നീർത്തടം. അതായത് ഇപ്പോ ഒന്നുമില്ല, എന്ത് സംഭവം? ഇതൊരു വലിയ നദിയാണ് അല്ലെ? ഒരു വലിയ നദിന്റെ വൃഷ്ടി പ്രദേശത്തിനെയാണ് നമ്മൾ എന്ത് പറയാ? ഒരു വലിയ നദിയാണെങ്കിൽ അതിന്റെ വൃഷ്ടി പ്രദേശത്തിനെയാണ് നമ്മൾ റിവർ ബേസിൻ അഥവാ നദീതടം എന്ന് പറയുന്നതും. എന്നാൽ വാട്ടർ ഷെഡ് അഥവാ നീർത്തടം എന്ന് പറഞ്ഞാൽ ചെറിയ നദികളുടെ വൃഷ്ടി പ്രദേശത്തിനെയാണ് നമ്മൾ എന്ത് പറയാ? നീർത്തടം അഥവാ എന്താണ് വാട്ടർ ഷെഡ് എന്ന് പറയുന്നത്. ഇനി എന്താണ് ജലവിഭാജകം അഥവാ വാട്ടർ ഡിവൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ജലവിഭാജകം അഥവാ വാട്ടർ ഡിവൈഡ് എന്ന് പറയുകയാണെങ്കിൽ ഇതൊരു മലനിരയാണ് അല്ലെ? ഇതൊരു മലനിരയാണ്. ഈ മലനിരയിൽ നിന്നും രണ്ട് സൈഡിൽ നിന്നും, ഈ മലയുടെ ഈ സൈഡ് നമുക്ക് ഇതൊരു എ ആയിട്ട് എടുക്കാം, ഇവിടെ നമുക്ക് ബി ആയിട്ട് എടുക്കാം. അപ്പൊ ഈ എ സൈഡിൽ നിന്നും ഉത്ഭവിക്കുന്ന നദിയാണ് റിവർ എ എന്ന് പറയുന്ന നദി. ഈ ബി സൈഡിൽ നിന്നും ഉത്ഭവിക്കുന്ന നദിയാണ് റിവർ ബി എന്ന് പറയുന്നത്. ഈ റിവർ എയുടെ വൃഷ്ടിപ്രദേശത്തിനെ റിവർ ബിയുടെ വൃഷ്ടിപ്രദേശവുമായിട്ട് വേർതിരിക്കുന്നത് ഈ ഒരു കുന്നിൻ ചെരുവല്ലേ?
അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വാട്ടർ ഡിവൈഡ് എന്ന് പറയുന്നത്. 2 നീർത്തടങ്ങളെ അല്ലെങ്കിൽ നദീതടങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കാതെ മാറ്റി നിർത്തുന്നത്, 2 നദീതടങ്ങളെ തമ്മില് മാറ്റി നിർത്തുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാ? വാട്ടർ ഡിവൈഡ് എന്ന് പറയുന്നത്. അത് എപ്പോഴും ഒരു മലയാവണമെന്നില്ല. ഒന്നില്ലെങ്കിൽ അതൊരു മൗണ്ടെയിൻ ആവാം. അല്ല എന്നുണ്ടെങ്കിൽ എന്താവാം? ഒന്നില്ലെങ്കിൽ അതൊരു മൗണ്ടെയിൻ ആവാം, അല്ലെങ്കിൽ ഒരു എലവേറ്റഡ് സർഫസ് ആവാം, അല്ലെങ്കിൽ അതൊരു ഇലവേറ്റഡ് സർഫസ് ആവാം. ഒരു ഹൈറ്റ് കൂടിയ ഒരു ഏരിയ ആയിരിക്കാം. ഓക്കെ, അപ്പൊ ഇതാണ് അതിന്റെ കാച്ച്മെന്റ് ഏരിയ. വൃഷ്ടിപ്രദേശം, ഡ്രെയിനേജ് ബേസിൻ എന്ന് പറയുന്നത് ഒരു നദിയും അതിന്റെ പോഷക നദികളും എല്ലാം ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു ഏരിയനെയാണ് നമ്മൾ എന്ത് പറയാ? ഡ്രെയിനേജ് ബേസിൻ എന്ന് പറയുന്നത്. ഇനി വലിയ നദികളുടെ വൃഷ്ടിപ്രദേശമാണെങ്കിൽ റിവർ ബേസിൻ എന്നും, ചെറിയ നദികളുടെ ആണെങ്കിൽ നീർത്തടം അഥവാ വാട്ടർഷെഡ് എന്നാണ് പറയുന്നത്. ജലവിഭാജകം എന്ന് പറഞ്ഞാൽ 2 നദികളുടെ വൃഷ്ടിപ്രദേശത്തെ തമ്മിൽ വേർതിരിക്കുന്ന പ്രദേശത്തിനാണ് നമ്മൾ എന്ത് പറയാ? വാട്ടർ ഡിവൈഡ് അഥവാ ജലവിഭാജകം എന്ന് പറയുന്നത്. ഈ കോൺസെപ്റ്റ് എല്ലാം ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോവാം. ഈ നദികളുടെ വൃഷ്ടിപ്രദേശത്തിനെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ അതിന്റെ നീർത്തടത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അതിനെ പ്രധാനമായിട്ടും 3ആയിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. നീർത്തടത്തിന്റെ വലുപ്പത്തെ അടിസ്ഥാനമാക്കിയിട്ട് നമ്മൾ നദീതടങ്ങളെ പ്രധാനമായിട്ടും 3ആയിട്ടാണ് തരംതിരിക്കുന്നത്. എത്രയായിട്ട് നമ്മൾ തരംതിരിക്കുന്നത്? 3ആയിട്ടാണ് തരംതിരിക്കുന്നത്. ഒന്നെന്ന് പറയുന്നത് മേജർ റിവർ ബേസിൻ അല്ലെങ്കിൽ മഹാനദികൾ എന്ന് പറയും. മലയാളത്തിൽ എന്താ പറയാ? മഹാനദികൾ എന്ന് മഹാനദികൾ എന്ന് പറയും. പിന്നെ ഇടത്തരം നദികൾ അഥവാ മീഡിയം റിവർ ബേസിൻ, ഇടത്തരം നദികൾ. എന്താണ് ഇടത്തരം? ഇടത്തരം നദികള്. മൂന്നാമത്തെയാണ് മൈനർ റിവർ ബേസിൻ അഥവാ ചെറിയ നദികൾ അല്ലെങ്കിൽ ചെറുനദികൾ. ഓക്കെ, ചെറുനദികൾ. അപ്പോ നദീതടത്തിനെ അനുസരിച്ച് അതിന്റെ വലുപ്പത്തിനെ അനുസരിച്ചിട്ട് നമ്മൾ 3ആയിട്ടാണ് നദികളെ ക്ലാസിഫൈ ചെയ്യുന്നത്. മേജർ റിവർ ബേസിൻ, മീഡിയം റിവർ ബേസിൻ, മൈനർ റിവർ ബേസിൻ. മേജർ റിവർ ബേസിൻ എന്ന് പറഞ്ഞാൽ മഹാനദികൾ. മീഡിയം റിവർ ബേസിൻ എന്ന് പറഞ്ഞാൽ ഇടത്തരം നദികൾ. മൈനർ റിവർ ബേസിൻ എന്ന് പറഞ്ഞാൽ ചെറുനദികളാണ്. ഇനി ഇതിന്റെ വൃഷ്ടിപ്രദേശത്തിന്റെ അളവ് പറയുകയാണെങ്കിൽ 20,000 സ്ക്വയർ കിലോമീറ്ററിന് മുകളിൽ, 20,000 ചതുരശ്ര കിലോമീറ്ററിൽ കൂടുതൽ വൃഷ്ടിപ്രദേശമുള്ള നദികളുടെ നദീതടങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മേജർ റിവർ ബേസിൻ എന്ന് പറയുന്നത്. ഉദാഹരണമായിട്ട് ആരെയൊക്കെ നമുക്ക് പറയാം? ഉദാഹരണമായിട്ട് നമ്മുടെ ഗംഗ, ബ്രഹ്മപുത്ര ഒക്കെ നമുക്ക് പറഞ്ഞൂടെ? ബ്രഹ്മപുത്ര ഇതൊക്കെ എന്താണ്? മേജർ റിവേഴ്സ് ആണ്. അതായത് 20,000 സ്ക്വയർ കിലോമീറ്ററോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ വൃഷ്ടിപ്രദേശമുള്ള നദികളുടെ നദീതടങ്ങളാണ്. അപ്പോ അതിനെ നമുക്ക് മേജർ റിവർ ബേസിൻ എന്ന് പറയാം. ഇനി മീഡിയം റിവർ ബേസിൻ എന്ന് പറയുന്നത് 2000 മുതൽ 20,000 സ്ക്വയർ കിലോമീറ്റർ വരെയാണ്. 2000 മുതൽ 20,000 സ്ക്വയർ കിലോമീറ്റർ വരെയുള്ള നദികളുടെ വൃഷ്ടിപ്രദേശമുള്ള നദികളെയാണ് നമ്മൾ എന്ത് പറയാ? മീഡിയം റിവർ ബേസിൻ അഥവാ ഇടത്തരം നദികൾ എന്ന് പറയുന്നത്. ഇടത്തരം നദികൾ എന്ന് പറയുന്നത്. ഉദാഹരണമായിട്ട് നമ്മുടെ കേരളത്തിൽ എന്തില്ല? മേജർ മഹാനദികൾ കേരളത്തിൽ ഒട്ടും തന്നെ ഇല്ല. കേരളത്തില് ഒരു മഹാനദികളും ഇല്ല. അപ്പൊ അത് നിങ്ങൾ എന്ത് ചെയ്യണം? ഓർത്ത് വെച്ചേക്കണം. കേരളത്തിലെ മഹാനദികൾ എന്താണ്? 0 ആണ്. ഒന്നുപോലും ഇല്ല. അത്രയ്ക്കും 20,000 സ്ക്വയർ കിലോമീറ്ററിന് മുകളിൽ വൃഷ്ടിപ്രദേശമുള്ള ഒരു നദികളും എവിടെയില്ല? നമ്മുടെ കേരളത്തിലില്ല. നമ്മുടെ കേരളത്തിൽ ആകെയുള്ളത് 44 നദികളില് 4 ഇടത്തരം നദികളാണ്. നമുക്ക് ഏതൊക്കെയാന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഈ ഇടത്തരം ഉദാഹരണമാണ് പെരിയാറ്. ഇടത്തരം നദികൾക്ക് ഉദാഹരണമാണ് നമ്മുടെ പെരിയാറ്. പിന്നെ മേഘ്ന, കാളിന്തി ഒക്കെ എന്തിന് ഉദാഹരണമാണ്? മേഘ്ന ഒക്കെ ഇതിന് ഉദാഹരണമാണ്. ഓക്കെ, അപ്പൊ മീഡിയം റിവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? 2000 മുതൽ 20,000 സ്ക്വയർ കിലോമീറ്റർ വരെ വൃഷ്ടിപ്രദേശമുള്ള നദികളെയാണ് നമ്മൾ എന്ത് പറയാ? ഇടത്തരം നദികൾ എന്ന് പറയുന്നത്. ഇനി ചെറുനദികൾ എന്ന് പറഞ്ഞാലോ? മൈനർ റിവർ ബേസിൻ എന്ന് പറഞ്ഞാൽ 2000 സ്ക്വയർ കിലോമീറ്ററിന് താഴെ, 2000 സ്ക്വയർ കിലോമീറ്ററിന് താഴെ വൃഷ്ടിപ്രദേശമുള്ള നദികളെയാണ് നമ്മൾ ചെറുനദികൾ എന്ന് പറയുന്നത്. കേരളത്തിലെ 40 നദികൾ എന്താണ്? ചെറുനദികളാണ്. 4 നദികൾ ഒഴിച്ച് ബാക്കി 40 നദികളും എന്താണ്? അത് ചെറുനദികളാണെന്ന് ഓർത്തു വെച്ചേക്കുക. ഓക്കെ അല്ലേ?
അപ്പൊ ഇനി നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോവാം. നമ്മുടെ കേരളത്തില് 1974 കേരള ഗവൺമെന്റ് ഒരു നോട്ടിഫിക്കേഷൻ ഇറക്കി. എന്താ നോട്ടിഫിക്കേഷനിൽ പറയുന്നത്? ഏതൊരു വാട്ടർ കോഴ്സും 15 കിലോമീറ്ററോ അല്ലെങ്കിൽ അതിന് മുകളിലോ ഉണ്ടെങ്കിൽ 15 കിലോമീറ്ററോ അതിന് മുകളിലോ ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്തായിട്ട് കണക്കാക്കുന്നത്? നദിയായിട്ട് കണക്കാക്കും. ഒരു നദിയായിട്ട് നമ്മൾ കണക്കാക്കണമെങ്കിൽ ഒരു വാട്ടർ കോഴ്സിന് എത്ര ലെങ്ത് വേണം? കേരളത്തിൽ ഒരു നദിയായിട്ട് അതിനെ കൺസിഡർ ചെയ്യാൻ 15 കിലോമീറ്ററോ അതിന് മുകളിലോ ഉള്ള വാട്ടർ കോഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഒരു നദിയായിട്ട് കണക്കാക്കുന്നത്. 1974 കേരള ഗവൺമെന്റ് നോട്ടിഫിക്കേഷൻ പ്രകാരമാണ് ഇത് നടത്തിയത്. ഓക്കെ. ഇനി നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ കേരളത്തിൽ എന്തില്ല? മേജർ റിവേഴ്സ് അഥവാ മഹാനദികൾ ഒന്നും തന്നെ ഇല്ല. ഇപ്പൊ കേരളത്തിൽ ഇടത്തരം നദികൾ എത്ര ഉണ്ട്? 4 ഇടത്തരം നദികളാണ് കേരളത്തിലുള്ളത്. ഏതൊക്കെയാണത്? ഭാരതപ്പുഴ, പെരിയാറ്, ചാലിയാറ്, പമ്പ. കേരളത്തിലുള്ള 4 മീഡിയം റിവർ ബേസിൻസ് ഏതൊക്കെയാണ്? ഭാരതപ്പുഴ, പെരിയാറ്, ചാലിയാറ്, പമ്പയാണ് നമ്മുടെ കേരളത്തിലെ 4 മീഡിയം അല്ലെങ്കിൽ ഇടത്തരം നദികൾ എന്ന് പറയുന്നത്. PYQ ആയിരുന്നു താഴെ പറയുന്നതിൽ ഇടത്തരം നദിയിൽ പെടാത്തതേത്, പെടുന്നതേത് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ ഇത് 4ഉം ഓർത്ത് വെച്ചേക്കുക. കേരളത്തിൽ ഇടത്തരം നദികൾ വരുന്നത് ഭാരതപ്പുഴ, പെരിയാറ്, ചാലിയാറ്, പമ്പ. ഇനി ബാക്കി 44 നദികളാണല്ലേ? 4 എണ്ണം ഇടത്തരമാണ്. അപ്പൊ ബാക്കി 40 എന്തായിരിക്കും? ചെറുനദികൾ അഥവാ മൈനർ റിവേഴ്സ് ആണ്. ചെറുനദികൾ അഥവാ മൈനർ റിവേഴ്സ് ആണെന്ന് ഓർത്ത് വെച്ചേക്കുക. ഇനി നമ്മുടെ 44 നദികളും ഉത്ഭവിക്കുന്നത് എവിടെന്നാണ്? നമ്മുടെ കേരളത്തിലെ പശ്ചിമഘട്ടത്തിൽ നിന്നാണ്. കേരളത്തിലെ പശ്ചിമഘട്ടത്തിൽ നിന്നാണ് ഈ 44 നദികളും എന്ത് ചെയ്യുന്നത്? ഉത്ഭവിക്കുന്നത്. ഈ 44 നദികളും ഉത്ഭവിക്കുന്നത് പശ്ചിമഘട്ടത്തിൽ നിന്നാണ്. ഇതിൽ 41 നദികൾ ഒഴുകുന്നത് ഏത് ഡയറക്ഷനിലാണ്? പടിഞ്ഞാറ് ഡയറക്ഷനിലാണ്. ഏത് ഡയറക്ഷനിലാണ്? പടിഞ്ഞാറ് ഡയറക്ഷനിൽ ഒഴുകി ഈ നദികളെല്ലാം എവിടെ പോയി പതിക്കുന്നു? അറേബ്യൻ സീ അഥവാ അറബിക്കടലിൽ പോയി പതിക്കുന്നു. ഈ 41 നദികളും പടിഞ്ഞാറോട്ടേക്ക് ഒഴുകിയിട്ട് എവിടെ പോയിട്ടാ പതിക്കുന്നത്? അറബിക്കടലിലാണ് പോയി പതിക്കുന്നത്. ഇനി കിഴക്കോട്ടേക്ക് ഒഴുകുന്ന നദികൾ എന്ന് പറയുന്നത് 3 എണ്ണമാണ്. കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ എന്ന് പറയുന്നത് 3 എണ്ണമാണ്. ഏതൊക്കെയാണ് ആ 3 എണ്ണം? നമുക്ക് ഇവിടെ തന്നെ ഒന്ന് ഡിസ്കസ് ചെയ്താലോ? അത് കബനി, ഭവാനി, പാമ്പാറ്. കബനി, ഭവാനി, പാമ്പാർ എന്ന് പറയുന്ന 3 നദികളാണ്. ഈ 3 നദികളും ആരുടെ പോഷക നദികളാണ്? കിഴക്കോട്ട് ഒഴുകിയിട്ട് ഇത് പോയി പതിക്കുന്നത് കാവേരി റിവറിലാണ്. കാവേരി നദിയുടെ പോഷക നദികളാണ് കബനി, ഭവാനി, പാമ്പാർ. ഇതാണ് കിഴക്കോട്ട് ഒഴുകുന്ന 3 നദികൾ എന്ന് പറയുന്നത്. കാവേരിയുടെ പോഷക നദികളാണ്. ഇനി നമ്മുടെ കേരളത്തിൽ 200 കിലോമീറ്ററിന് മുകളിൽ എത്ര നദികൾ ഉണ്ടെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് 2 എണ്ണമാണ്. 200 കിലോമീറ്ററിന് മുകളിൽ എത്ര നദികളുണ്ട്? 2 നദികളാണുള്ളത്. 150 കിലോമീറ്ററിന് മുകളിൽ 4 നദികളാണുള്ളത്. 100 കിലോമീറ്ററിന് മുകളിൽ 11 നദികളാണുള്ളത്. 200 കിലോമീറ്ററിന് മുകളിൽ 2 നദികളാണുള്ളത്. ഏതൊക്കെയാണ്? ഒന്ന് നമ്മുടെ പെരിയാറ്, പിന്നെ നമ്മുടെ ആരുമാണ്? ഭാരതപ്പുഴ. പെരിയാറും ഭാരതപ്പുഴയും. ഇനി അടുത്തത് 150 കിലോമീറ്ററിന് മുകളിൽ 4 നദികളാണുള്ളത്. നമ്മൾ മീഡിയം റിവേഴ്സ് ഡിസ്കസ് ചെയ്തില്ലേ? ആ മീഡിയം റിവേഴ്സ് തന്നെയാണ് ഈ 4 എണ്ണം എന്ന് പറയുന്നത്. മീഡിയം റിവേഴ്സിന്റെ പാർട്ടിൽ നമ്മൾ പറഞ്ഞ 4 നദികൾ തന്നെയാണ് 150 കിലോമീറ്ററിന് മുകളിൽ വരുന്നത്. ഇനി 100 കിലോമീറ്ററിന് മുകളിൽ കേരളത്തിൽ 11 നദികളാണുള്ളത്. 100 കിലോമീറ്ററിന് മുകളിൽ എത്ര നദികളുണ്ട്? 11 നദികളാണ് ഉള്ളതെന്നും കൂടെ ഓർത്തു വെച്ചേക്കുക. ഓക്കെ അല്ലേ? ഇത് നമ്മുടെ കേരളത്തിലെ 44 നദികളെ കുറിച്ചിട്ടാണ് ട്ടോ പറയുന്നത്. കേരളത്തിലെ 44 നദികൾ. നോക്കിയേ, കേരളത്തിലെ 44 നദികളെ കുറിച്ചിട്ടാണ് പറയുന്നത്. 44 നദികളുടെ പേരും അവിടെ തന്നിട്ടുണ്ട്. നെയ്യാറ്, കരമന, നേമം, വാമനപുരം, അയിരൂർ അങ്ങനെ പറഞ്ഞ് മഞ്ചേശ്വരം വരെ, അതായത് ഏറ്റവും തെക്ക് ഭാഗത്ത് തുടങ്ങി ഏറ്റവും ദേ നോക്കിയേ, നമ്മുടെ നെയ്യാർ നദീതടത്തിൽ നിന്നും തുടങ്ങി നെയ്യാർ നദീതടം മുതൽ ഏത് വരെയുണ്ട്? മഞ്ചേശ്വരം വരെയുണ്ട്. മഞ്ചേശ്വരം നദീതടം വരെ. അപ്പൊ ഇതിൽ തന്നെ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഇതിൽ തന്നെ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഏറ്റവും വടക്കേ അറ്റത്തുള്ള നദി മഞ്ചേശ്വരം നദിയാണ്. ഏറ്റവും വടക്കേ അറ്റത്തുള്ള നദി ഏതാണ്? മഞ്ചേശ്വരം നദിയാണ്. ഇനി ഏറ്റവും തെക്കേ അറ്റത്തുള്ളത് ഏതാണ്?
ഏറ്റവും തെക്കേ അറ്റത്തുള്ളത് ആരാണ്? നമ്മുടെ നെയ്യാറാണ്. ഏറ്റവും തെക്കേ അറ്റത്തുള്ള നദി എന്ന് പറയുന്നത് നെയ്യാറാണ്. ഓക്കെ. അപ്പൊ ഇത് ഓരോന്നും നമ്മുടെ കേരളത്തിലെ 44 നദികളെ കുറിച്ചിട്ടാണ് ട്ടോ പറയുന്നത്. 44 നദികളെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. ഇനി നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോവാം. കുറച്ച് ബേസിക് ഫാക്റ്റുകളാണ്. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത പോലെ നോർത്തേൺ മോസ്റ്റ് റിവർ ഏതായിരുന്നു? മഞ്ചേശ്വരം നദിയാണ്. ഏറ്റവും സദേൺ മോസ്റ്റ് റിവർ എന്ന് പറയുന്നത് നെയ്യാറാണ്. നമ്മളിപ്പോൾ മാപ്പിൽ കണ്ടില്ലേ, ഏറ്റവും നോർത്തേൺ മോസ്റ്റ് റിവർ എന്ന് പറയുന്നത് മഞ്ചേശ്വരം, സദേൺ മോസ്റ്റ് റിവർ എന്ന് പറയുന്നത് നെയ്യാറുമാണ്. ഇനി ഏറ്റവും വലിയ നദി, കേരളത്തിലെ ഏറ്റവും വലിയ നദി 244 കിലോമീറ്റർ ഉള്ള പെരിയാറാണ്. ഏറ്റവും വലിയ നദി 244 കിലോമീറ്റർ ഉള്ള ആരാണ്? നമ്മുടെ പെരിയാർ നദിയാണ് ഏറ്റവും വലുത്. ഏറ്റവും ചെറുത് നമ്മുടെ വടക്കേ അറ്റത്തുള്ള മഞ്ചേശ്വരം നദി തന്നെയാണ്. അതിന് 16 കിലോമീറ്റർ ഉള്ളത്. നമ്മുടെ കേരള സർക്കാരിന്റെ വിജ്ഞാപന പ്രകാരം 15 കിലോമീറ്റർ ആണ് അല്ലെ. അപ്പൊ അതിൽ നിന്നും ഒരൊറ്റ കിലോമീറ്റർ കൂടുതലുള്ള ആർക്കുള്ളത്? മഞ്ചേശ്വരത്തിന് 16 കിലോമീറ്റർ ആണ്. ഇനി രണ്ടാമത്തെ വലിയ നദി എന്ന് പറയുന്നത് അത് അയിരൂർ പുഴയാണ്. ഏതാണ്? അയിരൂർ പുഴയാണ് സെക്കൻഡ് സ്മോളസ്റ്റ് റിവർ എന്ന് പറയുന്നത്. അത് 17 കിലോമീറ്റർ ആണ്. മഞ്ചേശ്വരം 16, പിന്നെ അയിരൂർ 17 ആണ്. ഇനി ഈ ഒരു കോൺസെപ്റ്റ് കണ്ടോ, സ്മോളസ്റ്റ് റിവർ ഫ്ലോസ് ഇൻ ടു ദ സീ. അതായത് കടലിലേക്ക് പതിക്കുന്ന ഏറ്റവും ചെറിയ നദി ഏതാണ്? കടലിലേക്ക് പതിക്കുന്ന ഏറ്റവും ചെറിയ നദി അത് രാമപുരം സീ ആണ്. സോറി, രാമപുരം നദിയാണ് ട്ടോ. രാമപുരം നദിയാണ് ട്ടോ. രാമപുരം നദിയാണ്. എന്താണ് ഈ രാമപുരം നദീന്റെ പ്രത്യേകത? ഇത് മാത്രമാണ് ചെറുതിൽ എന്ത് പോയി ചേരുന്നത്? നമ്മുടെ കടലിലേക്ക് പോയി ചേരുന്നത്. ഓക്കെ, രാമപുരം നദിയാണ് നമ്മുടെ കടലിലേക്ക് പോയി പതിക്കുന്ന ഏറ്റവും ചെറിയ നദി എന്ന് പറയുന്നത് രാമപുരം നദിയാണ്. അതിന് എത്ര കിലോമീറ്റേഴ്സ് ഉണ്ടെന്ന് ചോദിക്കുകയാണെങ്കിൽ 19 കിലോമീറ്റർ ആണ്. അപ്പൊ നിങ്ങൾക്ക് ചോദിക്കും, ഒരു ഡൗട്ട് വരാം, ഈ മഞ്ചേശ്വരം അയിരൂരൊക്കെ ചെറുതല്ലേ, അപ്പൊ അതിനെന്താ സംഭവിച്ചെന്ന് തോന്നാം. ഇവരെല്ലാം കായലിലേക്കാണ് പതിക്കുന്നത്. മഞ്ചേശ്വരം നദി പോയി പതിക്കുന്നത് എവിടെയാണെന്നറിയാവോ? ഉപ്പള കായലിലും അതുപോലെ തന്നെ അയിരൂർ പുഴ പതിക്കുന്നത് നടയറ കായലിലുമാണ്. അപ്പൊ കായലിൽ പതിക്കുന്നത് കൊണ്ടാണ് കായലിൽ പതിക്കുന്നത് കൊണ്ടാണ് ഇതിനെ കടലിൽ പതിക്കാത്ത നദികളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ കടലിൽ പതിക്കുന്ന ഏറ്റവും ചെറിയ നദി എന്ന് പറയുന്നത് രാമപുരം നദിയാണ്. ഇനി കേരളത്തിലെ ഏറ്റവും കൂടുതൽ നദികൾ ഉള്ളത് എവിടെയാണെന്നറിയാവോ? കേരളത്തിലെ ജില്ലകളിൽ ഏറ്റവും കൂടുതൽ നദികൾ ഉള്ളത് നമ്മുടെ കാസർഗോഡാണ്. കേരളത്തിലെ ജില്ലകളിൽ ഏറ്റവും കൂടുതൽ നദികൾ ഉള്ളത് കാസർഗോഡാണ്. ലാൻഡ് ഓഫ് റിവേഴ്സ് എന്നാണ് അത് അറിയപ്പെടുന്നത്. നദികളുടെ നാട് എന്നാണ് കാസർഗോഡ് അറിയപ്പെടുന്നത്. അവിടെ 12 നദികളുണ്ട്. എത്ര നദികളുണ്ട്? നമ്മുടെ 44 നദികളിലെ 12 നദികൾ എവിടെയുണ്ട്? നമ്മുടെ കാസർഗോഡ് ഉണ്ട്. ഓക്കെ അല്ലേ? ഇനി അടുത്തത് നമ്മുടെ പെരിയാറിലേക്ക്, നമ്മുടെ ബേസിക് ഫാക്ട് എല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് കുറച്ച് ഓരോരോ നദികൾ നമുക്ക് എടുത്ത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം അല്ലെ. ആദ്യം നമ്മുടെ കേരളത്തിന്റെ ജീവനാഡിയായിട്ടുള്ള നമുക്ക് പെരിയാറിൽ നിന്ന് തന്നെ എന്ത് ചെയ്യാം? തുടങ്ങാം. നമ്മുടെ പെരിയാർ നദിയിൽ നിന്ന് തന്നെ എന്ത് ചെയ്യാം? തുടങ്ങാം. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയായിട്ടുള്ള പെരിയാറിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 244 കിലോമീറ്റർ ആണ്. ഇനി അതിന്റെ മൈലും കൂടെ നമ്മൾ പഠിച്ചു വെക്കണം. എന്താന്ന് വെച്ചാൽ ചിലപ്പോഴൊക്കെ മൈൽസിൽ ചോദ്യം ചോദിക്കാറുണ്ട്. 151 മൈലാണ് പെരിയാറിന്റെ ലെങ്ത് എന്ന് പറയുന്നത്. 244 കിലോമീറ്റർ അഥവാ 151 മൈലാണ് നമ്മുടെ പെരിയാറിന്റെ ലെങ്ത് എന്ന് പറയുന്നത്. പെരിയാർ ഒഴുകുന്നത് ആകെ രണ്ട് ജില്ലകളിലൂടെയാണ്. ഏതൊക്കെ ജില്ലകളാണ്? ഒന്ന് നമ്മുടെ ഇടുക്കി ജില്ലയിലും അതേപോലെ തന്നെ നമ്മുടെ എറണാകുളം ജില്ലയിലൂടെയും മാത്രമാണ് ഒഴുകുന്നത്? നമ്മുടെ പെരിയാർ ഒഴുകുന്നത്. പെരിയാർ ഉത്ഭവിക്കുന്നത് ശിവഗിരി മലയിൽ നിന്നാണ്. ശിവഗിരി മലയിൽ നിന്നും നമ്മുടെ പെരിയാർ ഉത്ഭവിച്ചിട്ട് എറണാകുളം ജില്ലയിൽ പ്രവേശിച്ച് എറണാകുളത്തെ ആലുവ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് ഇത് രണ്ടായിട്ട് പിരിയുന്നു. മംഗലം പുഴ, അതേപോലെ തന്നെ മംഗലം പുഴ, മാർത്താണ്ഡൻ പുഴ എന്നിങ്ങനെ രണ്ടായിട്ട് ഇത് എന്ത് ചെയ്യുന്നു? പിരിയുന്നു. ഈ മംഗലം പുഴ പോയി പതിക്കുന്നത് ഇവിടെയുള്ള ഒരു ചാലക്കുടി പുഴയിലും നമ്മുടെ മാർത്താണ്ഡൻ പുഴ പോയി പതിക്കുന്നത് വേമ്പനാട് കായലിലാണ്. നമുക്ക് അതിലേക്ക് വരാം. ഞാൻ ജസ്റ്റ് ഒരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ തന്നു എന്നേ ഉള്ളൂ. ഓക്കെ അല്ലേ? അപ്പോ നമുക്ക് അടുത്ത ഇതിലേക്ക് ഞാൻ വരാം. നമുക്ക് ആദ്യം ബേസിക് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് ഈ മാത്സിലേക്ക് വരാം ട്ടോ. അപ്പൊ നമ്മൾ പറഞ്ഞു, നമ്മുടെ 244 കിലോമീറ്റർ ആണ്, 151 മൈലാണ് നമ്മുടെ പെരിയാറിനുള്ളതെന്ന് പറഞ്ഞു. ഇനി നമ്മുടെ പെരിയാർ ഉത്ഭവിക്കുന്നത് ശിവഗിരി മലയിൽ നിന്നാണ്. എവിടുന്നാണ് നമ്മുടെ പെരിയാർ ഉത്ഭവിക്കുന്നത്?
ശിവഗിരി മലയിൽ നിന്നാണ്. ഇനി നമ്മുടെ മുല്ലപ്പെരിയാർ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മുടെ കേരളം നമ്മുടെ കോടതിയിൽ, സുപ്രീം കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ പറയുന്നത് നമ്മുടെ പെരിയാർ ഉത്ഭവിക്കുന്നത് ചൊക്കാമ്പെട്ടി പ്രദേശത്തിൽ നിന്നാണ്. എവിടെ നിന്നാണെന്നാ പറയുന്നത്? നമ്മുടെ കേരളത്തിലെ ഇത് ഉത്ഭവിക്കുന്നത് മുല്ലപ്പെരിയാർ വിഷയത്തിൽ കേരളം സുപ്രീം കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ള പെരിയാറിന്റെ ഉത്ഭവം എന്ന് പറയുന്നത് കേരളത്തിന്റെ ഭാഗമായിട്ടുള്ള ചൊക്കാമ്പെട്ടിയിൽ നിന്നെന്നാണെന്ന് നമ്മൾ പറഞ്ഞിരിക്കുന്നത് മുല്ലപ്പെരിയാർ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. അപ്പൊ അതും കൂടെ പ്രത്യേകം ഓർത്തു വെച്ചേക്കണം. പ്രത്യേകം ഓർത്തു വെച്ചേക്കണം. ശിവഗിരി മല അഥവാ ശിവഗിരി മലയാണ് നമ്മുടെ PSന്റെ PYQ ആൻസർ കേട്ടോ. ഇതുവരെ ചൊക്കാമ്പെട്ടി മലയൊന്നും നമുക്ക് തന്നിട്ടില്ല. പക്ഷെ മുല്ലപ്പെരിയാർ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പെരിയാറിന്റെ ഉത്ഭവസ്ഥാനം എവിടെയാന്നാ പറഞ്ഞിരിക്കുന്നത്? ചൊക്കാമ്പെട്ടിയാണെന്നാണ് പറയുന്നത്. ഇനി കേരളത്തിന്റെ വൃഷ്ടിപ്രദേശം, നമ്മുടെ പെരിയാറിന്റെ വൃഷ്ടിപ്രദേശം എന്ന് പറയുന്നത് 5398 ആണ്, നമ്മുടെ ചതുരശ്ര കിലോമീറ്റർ ആണ് നമ്മുടെ പെരിയാറിന്റെ വൃഷ്ടിപ്രദേശം എന്ന് പറയുന്നത്. അത് കേരളത്തിലുള്ളത് 5284 അപ്പൊ ബാക്കി എവിടെയാ? തമിഴ്നാട്ടിലാണ്. ബാക്കി തമിഴ്നാട്ടിലാണെന്ന് കൂടെ ഓർത്ത് വെച്ചേക്കുക. അപ്പൊ 5398 വൃഷ്ടിപ്രദേശം കാച്ച്മെന്റ് ഏരിയ ഉള്ള പെരിയാറിലെ കേരളത്തിലുള്ള വൃഷ്ടിപ്രദേശം എന്ന് പറയുന്നത് 5284 ആണ്. കേരളത്തിന്റെ ജീവനാഡി എന്നറിയപ്പെടുന്ന നദിയാണ് പെരിയാറ്. പിന്നെ പെരിയാറിന്റെ പ്രത്യേകതകളാണ് ഏറ്റവും കൂടുതൽ ജലം ഉൾക്കൊള്ളുന്ന, കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജലം ഉൾക്കൊള്ളുന്ന നദിയും, ഏറ്റവും കൂടുതൽ പോഷക നദികൾ ഉള്ള കേരളത്തിലെ ഒരു നദിയും, ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ ഉള്ള നദിയും ഏതാണ്? നമ്മുടെ പെരിയാറാണ്. ഏറ്റവും കൂടുതൽ ജലം ഉൾക്കൊള്ളുന്നത്, പിന്നെ ഏറ്റവും കൂടുതൽ ട്രിബ്യൂട്ടറീസ് അഥവാ പോഷക നദികൾ ഉള്ളത്, ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ ഉള്ളതും എവിടെ തന്നെയാണ്? പെരിയാറിലാണ്. നമ്മൾ ഡിസ്കസ് ചെയ്ത ഏതൊക്കെ ജില്ലകളിലാണ് ഒഴുകുന്നത്? ഇടുക്കിയിലൂടെയും എറണാകുളത്തിലൂടെയുമാണ് ആരൊഴുകുന്നത്? പെരിയാർ നദി ഒഴുകുന്നതെന്ന് കൂടെ അറിഞ്ഞു വെച്ചേക്കും. അപ്പൊ നമുക്കിനി പെരിയാറിന്റെ കോഴ്സ് ഒന്ന് നോക്കിയാലോ, എന്നിട്ട് നമുക്ക് ബാക്കിയിലേക്ക് വരാം. പെരിയാറിന്റെ കോഴ്സ് നമുക്ക് ആദ്യം ഒന്ന് ഞാൻ ജസ്റ്റ് ബ്രീഫ് ആയിട്ട് ഒന്ന് പറഞ്ഞുതരാം. ഓക്കെ, നമ്മുടെ പെരിയാർ ഉത്ഭവിക്കുന്നത് ശിവഗിരി മലയിൽ നിന്നാണ്, അല്ലെങ്കിൽ നമ്മുടെ ചൊക്കാമ്പെട്ടി എന്ത് ചെയ്യാ ഒന്ന് ഓർത്ത് വെച്ചേക്കണം. ചൊക്കാമ്പെട്ടി, ചൊക്കാമ്പെട്ടിയും കൂടെ ഒന്ന് ഓർത്ത് വെച്ചേക്കട്ടോ. ഓക്കെ, അപ്പൊ ചൊക്കാമ്പെട്ടി അല്ലെങ്കിൽ ശിവഗിരി മലയിൽ നിന്നാണ് ആര് ഉത്ഭവിക്കുന്നത്? ഇവിടുന്ന് മാത്രമല്ല കേട്ടോ, 7ഓളം മലനിരകളുണ്ട്. ആ മലനിരകളുടെ പേരുകൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. 7ഓളം മലനിരകളിൽ നിന്നും അവിടെ നിന്നൊക്കെ ചെറിയ ചെറിയ സ്ട്രീംസ് എല്ലാം കൂടി ചേർന്നിട്ടാണ് നമ്മുടെ പെരിയാർ ഉത്ഭവിക്കുന്നത് കേട്ടോ. അങ്ങനെ നമ്മുടെ പെരിയാർ ഉത്ഭവിക്കുകയാണ്. ഈ പെരിയാറിലേക്ക് ആദ്യം വന്ന് ചേരുന്ന പോഷക നദി, ആദ്യം വന്ന് ചേരുന്ന പോഷക നദി എന്ന് പറയുന്നത് അത് മുല്ലയാറാണ്. ആദ്യം വന്ന് ചേർന്ന പോഷക നദി മുല്ലയാറാണ്. അപ്പൊ പെരിയാറില് മുല്ലയാറ് വന്ന് ചേർന്ന സ്ഥലത്താണ് നമ്മൾ മുല്ലപ്പെരിയാർ ഡാം കെട്ടിയിരിക്കുന്നത്. മുല്ലയാറും പെരിയാറും ചേർന്നിട്ടാണ് എന്തുണ്ടായത്? മുല്ലപ്പെരിയാർ ഡാം ഉണ്ടായിരിക്കുന്നത്. മുല്ലപ്പെരിയാർ ഡാം ഉണ്ടായിരിക്കുന്നത് ഇതിലാണ് എന്തുള്ളത്? പെരിയാർ ലേക്ക് ഉള്ളത്. പെരിയാർ ലേക്ക് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് ഈ മുല്ലപ്പെരിയാർ ഡാമിലാണ്. ഓക്കെ, അങ്ങനെ മുല്ലപ്പെരിയാർ ഡാം കെട്ടിയതിന് എന്താണ്? ഒരു ഡാം ഒരു നദിക്ക് കുറുകെ ഉണ്ടായാൽ അതിന്റെ ജലം എന്ത് ചെയ്യും? ഒന്ന് ശോഷിക്കും അല്ലെ? അങ്ങനെ ഈ നദി ഒന്ന് ശോഷിച്ചൊഴുകുന്ന സമയത്താണ് ആരൊക്കെ ഇതിൽ വന്ന് ചേരുന്നത്? കട്ടപ്പനയാറും അതുപോലെ തന്നെ പെരുന്തുറയാറും. കട്ടപ്പനയാറും പെരുന്തുറയാറും ഇതിൽ വന്ന് ചേരുന്നത്. ഇത് വന്ന് ചേർന്നതിന് ശേഷം നമ്മുടെ ഒരു ഡാം, ഫേമസ് കേരളത്തിലെ ഏറ്റവും വലിയ ഡാം ആയിട്ടുള്ള ഇടുക്കി ഡാം നമ്മൾ കെട്ടിയിട്ടുള്ളത്. ഇടുക്കി ഡാം നമ്മള് കട്ടപ്പനയാറും പെരുന്തുറയാറൊക്കെ വന്ന് ചേർന്നിട്ട് പിന്നെ പോകുന്ന പെരിയാർ റിവറിലാണ് നമ്മൾ എന്തുണ്ടാക്കിയിട്ടുള്ളത്? ഇടുക്കി ഡാം നിർമ്മിച്ചിട്ടുള്ളത്. അങ്ങനെ ഒഴുകി പിന്നെയും ഇത് ശോഷിച്ചാണ് ഒഴുകുന്നത്. ഡാമൊക്കെ കെട്ടി ഇവിടെ നിന്നുമാണ് നമ്മുടെ മൂലമറ്റം പവർ ഹൗസിലേക്കൊക്കെ നമ്മുടെ വൈദ്യുതി, നമുക്ക് ജലവൈദ്യുത പദ്ധതിയിലേക്ക് നമുക്ക് ഡാംസ് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഏറ്റവും കൂടുതൽ ഡാമുകൾ നിർമ്മിക്കപ്പെട്ടുള്ള ഒരു നദിയാണ്. നമ്മൾ ഡാമുകൾ പറഞ്ഞാൽ എന്തായാലും ഇവിടെ തീരൂല, നമുക്കത് വേറെ സെപ്പറേറ്റ് ഒരു ടോപ്പിക് ആയിട്ട് തന്നെ എന്ത് ചെയ്യാടാ നമുക്ക് പഠിക്കാം. ഓക്കെ, അപ്പൊ ഇടുക്കി ഡാമിൽ നിന്നും അതിനുശേഷം ഒന്ന് ശോഷിച്ചൊഴുകുന്ന നമ്മുടെ പെരിയാറിലേക്ക് പിന്നെ മൂന്നാറിൽ നിന്നും മൂന്നാറുകൾ ചേർന്നിട്ട് വന്ന് ചേരുകയാണ്. അപ്പൊ മൂന്നാറിൽ സംഗമിക്കുന്ന മൂന്നാറുകൾ ഏതൊക്കെയാണ്? അത് നല്ല തണ്ണി, കുണ്ടള, മുതിരപ്പുഴ. നല്ല തണ്ണി, കുണ്ടള, മുതിരപ്പുഴ എന്ന് പറയുന്ന 3 നദികൾ സംഗമിച്ചിട്ട് ഇത് വന്നിട്ട് ചേരുകയാണ് നമ്മുടെ പെരിയാറിൽ.
ഓക്കെ. നല്ലതണ്ണി, കുണ്ടള, മുതിരപ്പുഴ 3 ആറുകൾ, 3 ആറുകൾ സംഗമിക്കുകയാണ് മൂന്നാറിൽ വെച്ചിട്ട്. അത് പിന്നെ എവിടെ വന്ന് ചേരുകയാണ്? നമ്മുടെ പെരിയാറിൽ വന്ന് ചേരുകയാണ്. പിന്നെ അതിനുശേഷം നമ്മുടെ ഇടമലയാർ നദി, ആനമല റീജിയണിൽ നിന്നും ഉത്ഭവിക്കുന്ന ഇടമലയാർ നദി, അതേപോലെ തന്നെ ഇടമലയാറിന്റെ കൂട്ടത്തിൽ തന്നെ ആരും വന്ന് ചേരുന്നുണ്ട്? പൂയംകുട്ടിയാർ. ഒരു നദിയും കൂടെ ഉണ്ട്, പൂയംകുട്ടിയാറൊക്കെ. പൂയംകുട്ടിയാറും എന്ത് ചെയ്യുന്നുണ്ട്? ഇതില് വന്ന് ചേരുന്നുണ്ട് ട്ടോ. അപ്പൊ പൂയംകുട്ടിയാറ്, ഇടമലയാറൊക്കെ ചേർന്നിട്ട് പിന്നീട് ഇത് ഒഴുകുകയാണ്. ഒഴുകിയിട്ട് പിന്നെ ഇത് എവിടെ എത്താണ്? എറണാകുളത്തിലെ ആലുവ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ട് ഇത് 2 കൈവഴിയായിട്ട് പിരിയാണ്. 2 കൈവഴിയായിട്ട് പിരിയുന്നത് ഏതൊക്കെ പേരുകളിലാണ് പിരിയുന്നത്? മംഗലം പുഴ, മാർത്താണ്ഡൻ പുഴ എന്നിങ്ങനെ 2 പേരുകളിൽ നമ്മുടെ പെരിയാർ അങ്ങ് 2 കൈവഴിയായിട്ട് പിരിയുകയാണ്. മംഗലം പുഴ പോയി പതിക്കുന്നത് ചാലക്കുടി പുഴയിലാണ്. മംഗലം പുഴ പോയി പതിക്കുന്നത് ചാലക്കുടി പുഴയിലും, മാർത്താണ്ഡൻ പുഴ പോയി പതിക്കുന്നത് വേമ്പനാട്ട് കായലുമാണ്. മാർത്താണ്ഡൻ പുഴ പോയി പതിക്കുന്നത് വേമ്പനാട്ട് കായലുമാണ്. നമ്മുടെ പെരിയാറിന്റെ പതനസ്ഥാനം ഏത് എന്നൊരു ക്വസ്റ്റ്യൻ നിങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ അതിന്റെ ആൻസർ ആയിട്ട് നിങ്ങൾ എടുക്കേണ്ടത് വേമ്പനാട്ട് കായലാണ്. എന്തുകൊണ്ടെന്നാൽ ഇതാണ് അതിന്റെ മെയിൻ സ്ട്രീം. ആലുവയിൽ നിന്ന് പിരിയുന്ന ഈ മാർത്താണ്ഡൻ പുഴയാണ് ഇതിന്റെ മെയിൻ സ്ട്രീം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ പെരിയാറിന്റെ പതനസ്ഥാനം നമ്മൾ കണക്കാക്കുന്നത് വേമ്പനാട് കായലാണ്. അപ്പൊ ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒന്നും കൂടെ ഞാൻ ഒന്ന് ബ്രീഫ് ആയിട്ട് പറഞ്ഞുതരാം. ശിവഗിരി മലയിൽ നിന്നും ഉത്ഭവിക്കുന്ന പെരിയാറിൽ ആദ്യം വന്ന് ചേരുന്നത് മുല്ലയാറാണ്. അവിടെ ഒരു അണക്കെട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. മുല്ലപ്പെരിയാർ ഡാമാണ്. മുല്ലപ്പെരിയാർ ഡാമിലേക്ക് 2 നദികൾ വന്ന് ചേർന്നിരിക്കുകയാണ്, കട്ടപ്പനയാറും പെരുന്തുറയാറും. പിന്നീടാണ് അതിൽ എന്തുണ്ടാക്കിയിട്ടുള്ളത്? ഇടുക്കി ഡാം ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ ഇടുക്കി ഈ ഇടുക്കി ഡാമിലേക്ക്, പിന്നെ ഇടുക്കി ഡാമിൽ നിന്നും ഒഴുകുന്ന പെരിയാർ പിന്നീട് മൂന്നാറിൽ നിന്നും സംഗമിക്കുന്ന 3 നദികളായിട്ടുള്ള നല്ലതണ്ണി, കുണ്ടള, മുതിരപ്പുഴ എന്നീ 3 നദികളും സംഗമിച്ചിട്ട് എവിടെ വന്ന് ചേരുന്നു? പെരിയാറിൽ വന്ന് ചേരുന്നു. പിന്നെ അടുത്തത് ആനമല റീജിയണിൽ നിന്നും ഉത്ഭവിക്കുന്ന ഇടമലയാറ്, പിന്നെ അതുപോലെ തന്നെ പൂയംകുട്ടിയാറൊക്കെ എവിടെ വന്ന് ചേരുന്നു? നമ്മുടെ പെരിയാറിൽ വന്ന് ചേരുന്നു. പിന്നെ എറണാകുളത്തേക്ക് ഒഴുകുന്ന നമ്മുടെ പെരിയാർ നദി ആലുവ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ട് 2ആയിട്ട് അങ്ങ് പിരിയാണ്. മംഗലം പുഴയും മാർത്താണ്ഡൻ പുഴയായിട്ട് 2ആയിട്ട് പിരിയാണ്. മംഗലം പുഴ പോയി പതിക്കുന്നത് ചാലക്കുടി പുഴയിലും, മാർത്താണ്ഡൻ പുഴ പോയി പതിക്കുന്നത് വേമ്പനാട് കായലിലുമാണ്. കോഴ്സ് ഒരുവിധം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇങ്ങനെ മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറെ കാര്യം മഗ്ഗപ്പ് ചെയ്ത് പഠിക്കേണ്ട കാര്യങ്ങൾ ഉണ്ടാവില്ല. ഓക്കെ, കുറെ കാര്യങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ തന്നെ നിങ്ങളുടെ ഐഡിയയിൽ ഒരു രേഖാചിത്രം പോലെ വരച്ചു വെച്ചാൽ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് കഷ്ടപ്പെട്ട് പഠിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല, ഇഷ്ടപ്പെട്ട് പഠിക്കാൻ പറ്റും. ഓക്കെ അല്ലേ? ഇനി നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് പോവാം. ഇത് നമ്മുടെ റിവർ ബേസിൻ, പെരിയാറിന്റെ ഒരു റിവർ ബേസിൻ മാപ്പാണ്. ഇതിൽ കാണിക്കുന്നത് ദേ ആദ്യം മുല്ലയാറ് വന്ന് ചേർന്നിട്ട് നമ്മുടെ മുല്ലപ്പെരിയാർ അണക്കെട്ടിനാണ് ഇതിവിടെ കാണിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഇടുക്കി അണക്കെട്ടൊക്കെയാണ് ഇവിടെ കാണിക്കുന്നത് കേട്ടോ. പിന്നെ നമ്മുടെ മൂന്നാറിൽ നിന്നും സംഗമിക്കുന്ന 3 നദികൾ കണ്ടോ? മൂന്നാറിൽ നിന്നും സംഗമിക്കുന്ന 3 നദികള് എവിടെ വന്ന് ചേർന്നു? നമ്മുടെ പെരിയാറിൽ വന്ന് ചേരുന്നു. പെരിയാറിൽ വന്ന് ചേരുന്നു. ഓക്കെ, ഇവിടെയൊക്കെ കുറെ ജലവൈദ്യുത പദ്ധതികൾ ഉണ്ട്. അതൊക്കെ നമുക്ക് പഠിക്കാം ട്ടോ. നമുക്ക് വരും ക്ലാസ്സുകളിൽ, അതായത് നമ്മുടെ പള്ളിവാസൽ മുതിരപ്പുഴയിലുള്ളതാണ്. പള്ളിവാസൽ, ചെങ്കുളം ഒക്കെ എവിടെയാ സ്ഥിതി ചെയ്യുന്നത്? നമ്മുടെ മുതിരപ്പുഴയിലാണ് സ്ഥിതി ചെയ്യുന്നത് അല്ലെ. അതൊക്കെ നമുക്ക് പഠിക്കാം. ഓക്കെ. പിന്നെ നമ്മുടെ ഈ പെരിയാർ ഒഴുകുന്നത് നമ്മുടെ ഏത് ഭാഗത്തിലേക്കാണ്? നമ്മുടെ എറണാകുളത്താണ്. പ്രസിദ്ധമായിട്ടുള്ള മലയാറ്റൂരൊക്കെ സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ പെരിയാറിന്റെ തീരത്താണ്. അത് കഴിഞ്ഞ് കാലടിയൊക്കെ സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ പെരിയാറിന്റെ തീരത്താണ്. മലയാറ്റൂര്, പ്രസിദ്ധമായിട്ടുള്ള കാലടിയൊക്കെ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പെരിയാറിന്റെ തീരത്താണ്. അങ്ങനെ ആലുവയിലേക്ക് എത്തിച്ചേർന്നു. ആലുവയിൽ നിന്നും 2ആയിട്ട് പിരിയുന്നു. ഒരാള് ചാലക്കുടി പുഴയിലേക്കും, ചാലക്കുടി പുഴ കണ്ടോ? ചാലക്കുടി പുഴയിലേക്കും ഒരാൾ എങ്ങോട്ടും പോകുന്നു? വേമ്പനാട്ട് കായലിലേക്കും പോകുന്നു. ഓക്കെ അല്ലേ? അപ്പൊ ഈ ഒരു റഫ് ഐഡിയ ഉണ്ടാക്കി എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോവാം. ഇതാണ് ട്ടോ ഇടമലയാർ. അതും കൂടെ പറഞ്ഞുതരാം. ഇടമല ഇതിൽ വന്ന് ചേരുന്ന ഭാഗം. ഓക്കെ, ഇടമല. ഇത് നമ്മുടെ മൂന്നാറിന്റെ ഒരു മാപ്പാണ്. മൂന്നാറിലെ 3 നദികൾ കൂടി ചേർന്ന ഒരു മാപ്പ് ഞാൻ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. നല്ലതണ്ണി, അതുപോലെ തന്നെ കുണ്ടള, ഇത് മുതിരപ്പുഴ. അങ്ങനെ ഈ 3 നദികളും കൂടി ചേർന്നിട്ടാണ് പിന്നെ മുതിരപ്പുഴ എന്നുള്ള പേരിൽ അങ്ങ് ഒഴുകുകയാണ് ട്ടോ. ഓക്കെ, അപ്പൊ മൂന്നാറിൽ സംഗമിക്കുന്ന 3 നദികൾ ഏതൊക്കെയാണ്? മുതിരപ്പുഴ, നല്ലതണ്ണി, കുണ്ടള. ഓർത്ത് വെച്ചേക്കണം. മൂന്നാറിൽ വെച്ച് സംഗമിക്കുന്ന നദികൾ മുതിരപ്പുഴ, നല്ലതണ്ണി, കുണ്ടളയാണ്. ഓക്കെ അല്ലേ?
ആദ്യം നമ്മൾ വന്ന് ചേരുന്നത് മുല്ലയാറാന്ന് പറഞ്ഞു അല്ലെ? മുല്ലയാർ ഉണ്ടാക്കുന്ന പെരിയാർ തടാകമാണ് ഈ ഒരു മാപ്പിൽ കാണിച്ചിരിക്കുന്നത് കേട്ടോ. മുല്ലയാറും അതേപോലെ തന്നെ പെരിയാറും ഒന്നാണ് കൂടിച്ചേരുമ്പോൾ ഉണ്ടാവുന്നതാണ് ഏത് ഡാം? അവിടെ ഉണ്ടാക്കിയിരിക്കുന്ന ഡാമാണ് നമ്മുടെ മുല്ലപ്പെരിയാർ ഡാം. മുല്ലപ്പെരിയാർ ഡാം. വിവാദമായിട്ടുള്ള മുല്ലപ്പെരിയാർ ഡാം അല്ലെ? മുല്ലപ്പെരിയാർ ഡാം അതിലുണ്ടാക്കിയ തടാകം, ഈ മുല്ലപ്പെരിയാർ ഇത് കാരണം ഉണ്ടാക്കിയ തടാകമാണ് പെരിയാർ തടാകം. ഏതാണ്? പെരിയാർ തടാകമാണ്. അപ്പോ ഞാൻ പറഞ്ഞിരുന്നു നമ്മുടെ പെരിയാർ നദി ഉത്ഭവിക്കുന്നത് 7ഓളം മലനിരകളിൽ നിന്നും ഉത്ഭവിക്കുന്ന ചെറു ചെറു നദികളൊക്കെ ചേർന്നിട്ടാണെന്നല്ലേ. അപ്പൊ ആ 7 ഉത്ഭവസ്ഥാനത്തുള്ള ആ 7 മലകൾ നിറഞ്ഞു വരിക്കുന്നത് നല്ലതാണ്. ചൊക്കാമ്പട്ടി റീജിയൺ, പാച്ചിമല, നാഗമല, സുന്ദരമല, കാളിമല, വള്ളിമല, കോമല. ഏതൊക്കെയാണ്? ചൊക്കാമ്പെട്ടി റീജിയൺ, പാച്ചിമല, നാഗമല, സുന്ദരമല, കാളിമല, വള്ളിമല, ഏഴിമല. ഇങ്ങനെ 7ഓളം മലനിരകളിൽ നിന്നും കൂടിച്ചേർന്ന് ഉണ്ടായതാണ് നമ്മുടെ ഏതെന്ന് പറയുന്നത്? നമ്മുടെ പെരിയാർ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു പേരുകളൊന്ന് എന്ത് ചെയ്യുക? ഒന്ന് അറിഞ്ഞു വെച്ചേക്കുക. ഓക്കെ. ഇനി നമ്മുടെ പെരിയാറിന്റെ പോഷക നദികൾ ഏതൊക്കെയാണ്? ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ പെരിയാറിന്റെ പോഷക നദികൾ ഏതെല്ലാമാണെന്നാണ് ഇനി അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതാണ് മുല്ലയാറ്, മുതിരപ്പുഴ, പെരിഞ്ഞാങ്കുട്ടി റിവർ അല്ലെങ്കിൽ പെരിഞ്ചാങ്കുട്ടി എന്നൊക്കെ കേൾക്കാം. പെരിഞ്ഞാങ്കുട്ടി അല്ലെങ്കിൽ പെരിഞ്ചാങ്കുട്ടി റിവർ, പെരുന്തുറയാറ്, കട്ടപ്പനയാറ്, ചെറുതോണിയാറ്, ഇടമലയാറ്. ഇതിൽ നമ്മൾ മുല്ലയാറ് വന്ന് ചേർന്നത് ഞാൻ കാണിച്ചു തന്നു, ഇടമലയാറ് വന്ന് ചേർന്നത് കാണിച്ചു തന്നു, പിന്നെ നമ്മുടെ മുതിരപ്പുഴ വന്ന് ചേർന്നത് കാണിച്ചു തന്നു, പിന്നെ പെരുന്തുറയാറും കട്ടപ്പനയാറും വന്ന് ചേർന്നത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നായിരുന്നു അല്ലേ? പിന്നെ ആരെയും കൂടെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു? ഓക്കെ. ഇത്രയും ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തന്നിരുന്നു. അപ്പൊ ഈ ബാക്കി പേരുകൾ ഇതൊന്നും നിങ്ങൾക്ക് ഒരു കോഡ് പോലെ പറഞ്ഞു തരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കോഡായിരിക്കും. കട്ടപ്പനയിലെ മുല്ലാക്കയുടെ മുതിരയ്ക്ക് ചെറുതേനാണ് പെരുത്തിഷ്ടം. കട്ടപ്പനയിലെ കട്ടപ്പനയിലെ മുല്ലാക്കയുടെ മുതിരയ്ക്ക് ചെറുതേനാണ് പെരുത്തിഷ്ടം എന്നുള്ളൊരു കോഡിൽ എന്താക്കുകയാണെങ്കിൽ കട്ടപ്പനയിലെ എന്നുള്ളതിൽ കട്ടപ്പനയാറ് കിട്ടും. മുല്ലാക്കയുടെ എന്നുള്ളതിൽ നമുക്ക് എന്ത് കിട്ടും? മുല്ലയാറ് കിട്ടും. പിന്നെ മുതിരയ്ക്ക് മുതിരപ്പുഴ, മുതിരയ്ക്ക് മുതിരപ്പുഴ, ചെറുതേനാണ് ചെറുതോണിയാറ്, ചെറുതേനാണ് ചെറുതോണിയാറ്, പെരുത്തിഷ്ടം പെരുത്തിഷ്ടം, പെരുന്തുറയാറ് പെരുന്തുറയാറ്. ഇത്രയും നമുക്ക് ആ കോഡിന്ന് കിട്ടും. എന്താണ്? കട്ടപ്പനയിലെ മുല്ലാക്കയുടെ മുതിരയ്ക്ക് ചെറുതേനാണ് പെരുത്തിഷ്ടം. കട്ടപ്പനയിലെ മുല്ലാക്കയുടെ മുതിരയ്ക്ക് ചെറുതേനാണ് പെരുത്തിഷ്ടം എന്നുള്ള കോഡിൽ ഒരുവിധം നമുക്ക് പെരിയാറിന്റെ കോഡ്സ് കണക്ട് ചെയ്തിട്ടും. ഇത് പഴയകാല PSC കോഡാണ്. അപ്പൊ ഏതൊക്കെയാണ് നമ്മുടെ പ്രധാനപ്പെട്ട പോഷക നദികൾ? മുല്ലയാറ്, മുതിരപ്പുഴ, പെരിഞ്ഞാങ്കുട്ടി, പെരുന്തുറയാറ്, കട്ടപ്പനയാറ്, ചെറുതോണിയാറ്, ഇടമലയാറൊക്കെയാണ് പ്രധാനപ്പെട്ട പോഷക നദികൾ എന്നും കൂടെ ഓർത്തു വെച്ചേക്കുക. ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത നദികൾ തന്നെയുള്ളൂ. ദേ പെരിഞ്ഞാങ്കുട്ടിയാർ, ഇതാണ് പെരിഞ്ഞാങ്കുട്ടിയാർ കേട്ടോ. പിന്നെ മുതിരപ്പുഴ, ഇടമലയാറ്, പിന്നെ ഇവിടെ നിന്നും ചേരുന്നതാണ് നമ്മുടെ മുല്ലപ്പെരിയാറ്, മുല്ലയാറിലെ മുല്ലയാറ് ഒക്കെ വരുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയും ഓർത്ത് വെച്ചേക്കാം. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് നമ്മുടെ എന്താണ് ഡിസ്ട്രിബ്യൂട്ടറി എന്ന് അറിയാത്തവർക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഒരു നദി ഒഴുകുകയാണെന്ന് വെച്ചോ. ഒരു നദി ഇങ്ങനെ ഒഴുകുകയാണെങ്കിൽ അതിലേക്ക് ജലം കൊണ്ടുവരുന്ന നദികളെയാണ് നമ്മൾ എന്ത് പറയാ? അതിലേക്ക് ജലം കൊണ്ടുവരുന്ന നദികളെയാണ് നമ്മൾ പോഷക നദികൾ അല്ലെങ്കിൽ ട്രിബ്യൂട്ടറീസ് എന്ന് പറയുന്നത്. ഒരു നദിയിലേക്ക് ട്രിബ്യൂട്ട് ചെയ്യണം അല്ലെങ്കിൽ പോഷണം കൊടുക്കുകയാണ് അല്ലെ? പോഷണം കൊടുക്കുകയാണ്, ജലം കൊടുക്കുകയാണ് അല്ലെ? അപ്പോ പോഷക നദി അല്ലെങ്കിൽ പോഷണം കൊടുക്കുന്നത് ജലം കൊണ്ട് കൊടുക്കുന്നതാണ് പോഷക നദികൾ. ഇനി ഒരു നദി അങ്ങ് പിരിയാണെന്ന് വെച്ചോ, മെയിൻ സ്ട്രീം നദി എന്ത് ചെയ്യാണ്? രണ്ടായിട്ട് അങ്ങ് പിരിയാണെന്ന് വെച്ചോ. രണ്ടായിട്ട് അങ്ങ് പിരിയാണെങ്കിൽ അപ്പൊ നമ്മൾ അതിനെന്താ പറയാ? അപ്പൊ നമ്മൾ അതിനെ ഡിസ്ട്രിബ്യൂട്ടറി എന്ന് പറയും. വിതരണം ചെയ്യാണ് അല്ലെ? അങ്ങ് രണ്ടായിട്ട് അങ്ങ് വിതരണം ചെയ്തു. ഡിസ്ട്രിബ്യൂട്ടറീസ് അല്ലെങ്കിൽ കൈവഴികൾ എന്ന് പറയും. മലയാളത്തിൽ എന്താ പറയാ? കൈവഴികൾ എന്ന് പറയും.
ഓക്കെ. അപ്പൊ ഈ ഡിസ്ട്രിബ്യൂട്ടറീസും ട്രിബ്യൂട്ടറീസും മനസ്സിലാക്കി വെക്കുക. അപ്പൊ നമ്മുടെ പോഷക നദികൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡിസ്ട്രിബ്യൂട്ടറീസ് ആണ്. നമ്മുടെ ആലുവയിൽ വെച്ചിട്ട്, എവിടെ വെച്ചിട്ടാണെന്ന് പറഞ്ഞ ആലുവയിൽ വെച്ചിട്ട് മംഗലം പുഴ, മാർത്താണ്ഡൻ പുഴ എന്നിങ്ങനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. മംഗലം പുഴ പോയി പതിക്കുന്നത് ചാലക്കുടി പുഴയിലും മാർത്താണ്ഡൻ പുഴ പോയി പതിക്കുന്നത് വേമ്പനാട്ട് കായലിലുമാണ്. ഇനി അടുത്തത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇതിലെ പ്രധാനപ്പെട്ട ഡാമുകളാണ്. ഓക്കെ. പ്രധാനപ്പെട്ട ഡാമുകളാണ് മുതിരമ്പുഴ, മാട്ടുപ്പെട്ടി, ചെങ്കുളം അല്ലെങ്കിൽ സെങ്കുളം എന്നും കാണാറുണ്ട്, ചെറുതോണി ഡാം, മുല്ലപ്പെരിയാറ്, ആനയിറങ്ങൽ ഡാം, ഭൂതത്താൻകെട്ട്, ഇടമലയാറ്, ഇടുക്കി, ഇട്ടയാറ്, ലോവർ പെരിയാറ്, പൊന്മുടി, കുളമാവ്, ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ഡാമുകൾ. ഇനി നമ്മൾ ഇത് വീണ്ടും വേറൊരു ഭാഗത്ത് പഠിക്കുന്നതാണ്. എന്നാലും നിങ്ങൾ അറിഞ്ഞു വെക്കുക, മുതിരമ്പുഴ, മാട്ടുപ്പെട്ടി, ചെങ്കുളം, ചെറുതോണി, പിന്നെ മുല്ലപ്പെരിയാറ്, ആനയിറങ്ങൽ, ഭൂതത്താൻകെട്ട്, ഇടമലയാറ്, ഇടുക്കി, ഇട്ടയാറ്, ലോവർ പെരിയാറ്, പൊന്മുടി, കുളമാവൊക്കെയാണ് ഇമ്പോർട്ടന്റ് ഡാംസ് എന്നും കൂടെ ഓർത്തു വെച്ചേക്കുക. ഈ ജലവൈദ്യുത പദ്ധതികൾ ഏതൊക്കെയാണ്? അത് ഇടുക്കി പദ്ധതി, ഇടുക്കി പള്ളിവാസൽ. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ് പള്ളിവാസൽ അല്ലേ? പള്ളിവാസൽ. പിന്നെ രണ്ടാമതാണ് ചെങ്കുളം, പിന്നെ പന്നിയാറ്, നേര്യമംഗലം, ലോവർ പെരിയാർ ഒക്കെ ഏതിലാ വരുന്നത്? നമ്മുടെ ഇടുക്കി പെരിയാർ നദിയിലാണ് വരുന്നത്. അപ്പോൾ ജലവൈദ്യുത പദ്ധതികൾ ഏതൊക്കെയാണ്? ഇടുക്കി, പള്ളിവാസൽ, ചെങ്കുളം, പന്നിയാറ്, നേര്യമംഗലം, ലോവർ പെരിയാർ ഒക്കെയാണ് പെരിയാർ നദിയിൽ സ്ഥിതി ചെയ്യുന്ന ജലവൈദ്യുത പദ്ധതികൾ എന്ന് പറയുന്നത്. ഏറ്റവും വലുത്, കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയാണ് നമ്മുടെ ഇടുക്കി എന്ന് പറയുന്നത്. ഏറ്റവും വലുത് ലാർജസ്റ്റ് ആണ് ഇടുക്കി എന്ന് പറയുന്നത്. ഇനി ഈ പെരിയാറിന്റെ തീരത്ത് പ്രധാനപ്പെട്ട എന്തൊക്കെയാണ് ഉള്ളതെന്നാണ് നമ്മൾ നോക്കുന്നത്. പ്രധാനപ്പെട്ട ലാൻഡ്മാർക്സ് ആണ് നമ്മൾ നോക്കുന്നത്. ഈ പെരിയാർ ഒഴുകുന്നത് രണ്ട് വന്യജീവി സങ്കേതങ്ങളിലൂടെയാണ്. ഏതൊക്കെയാണ്? പെരിയാർ വന്യജീവി സങ്കേതം, പെരിയാർ വന്യജീവി സങ്കേതവും അതേപോലെ തന്നെ തട്ടേക്കാട് പക്ഷി സങ്കേതവും. പെരിയാർ വന്യജീവി സങ്കേതം ഇടുക്കിയാണ്. അതേപോലെ തന്നെ നമ്മുടെ തട്ടേക്കാട് എവിടെയാണ്? എറണാകുളത്താണ് അല്ലെ? എറണാകുളത്താണ്. ഒന്ന് ഈ പെരിയാർ, ഇത് ഇടുക്കിയിലും ഇത് എറണാകുളത്തുമാണ്. ഓക്കെ. അപ്പോ ഈ നമ്മുടെ പെരിയാർ ഒഴുകുന്നത് പെരിയാർ വന്യജീവി സങ്കേതത്തിലൂടെയും തട്ടേക്കാട് പക്ഷി സങ്കേതത്തിലൂടെയും ഒഴുകുന്നതാണ് നമ്മുടെ പെരിയാർ എന്ന് പറയുന്നത്. പിന്നെ ഒരു ഫേമസ് ക്രിസ്ത്യൻ പിൽഗ്രിമേജ് ഉണ്ടല്ലേ, ഏതാണത്? ഫേമസ് ക്രിസ്ത്യൻ ആയിട്ടുള്ള ഒരു തീർത്ഥാടന കേന്ദ്രമാണ് മലയാറ്റൂർ കുരിശുപള്ളി എന്ന് പറയുന്നത് അല്ലെ? മലയാറ്റൂർ പള്ളി, ഇതാണ് മലയാറ്റൂർ പള്ളി കേട്ടോ. മലയാറ്റൂർ പള്ളി എവിടെയാ സ്ഥിതി ചെയ്യുന്നത്? പെരിയാറിന്റെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് നമ്മുടെ ശങ്കരാചാര്യ, പ്രസിദ്ധമായിട്ടുള്ള ശങ്കരാചാര്യ ജനിച്ചത് കാലടിയിലാണ്. എവിടെയാണ്? കാലടിയിലാണ് ജനിച്ചത്. കാലടി സ്ഥിതി ചെയ്യുന്നതും എവിടെയാണ്? പെരിയാറിന്റെ തീരത്താണ്. പിന്നെ അദ്വൈത ആശ്രമം, ആലുവയിലുള്ള അദ്വൈത ആശ്രമം സ്ഥിതി ചെയ്യുന്നതും പെരിയാറിലാണ്. അതുപോലെ തന്നെ ആദിശങ്കര കീർത്തി സ്തംഭ മണ്ഡപം, ഇതാണ് കേട്ടോ. അത് ആദിശങ്കര കീർത്തി സ്തംഭ മണ്ഡപം സ്ഥിതി ചെയ്യുന്നത് പെരിയാറിന്റെ തീരത്താണ്. പെരിയാറിന്റെ തീരത്ത് എന്തൊക്കെയാ ഉള്ളത്? ഫേമസ് ആയിട്ടുള്ള ഒരു ക്രിസ്ത്യൻ പള്ളിയാണ് മലയാറ്റൂർ പള്ളി. പിന്നെ ശങ്കരാചാര്യൻ ജനിച്ച കാലടി സ്ഥിതി ചെയ്യുന്നത് പെരിയാറിന്റെ തീരത്താണ്. അദ്വൈത ആശ്രമം, ആലുവയത്തെ അദ്വൈത ആശ്രമം സ്ഥിതി ചെയ്യുന്നതും പെരിയാറിന്റെ തീരത്താണ്. പിന്നെ ആദിശങ്കര കീർത്തി സ്തംഭ മണ്ഡപം സ്ഥിതി ചെയ്യുന്നതും പെരിയാറിന്റെ തീരത്താണ്. ഇനി ഇത് അറിയപ്പെട്ടിരുന്ന പേരുകളാണ് അടുത്ത നമ്മൾ പറയാൻ പോകുന്നത്. ചാണക്യന്റെ അർത്ഥശാസ്ത്രത്തിൽ, ചാണക്യന്റെ അർത്ഥശാസ്ത്രത്തിൽ നമ്മുടെ പെരിയാർ അറിയപ്പെട്ട പേര് ചൂർണി എന്നാണ്. ചാണക്യൻ എഴുതിയ അർത്ഥശാസ്ത്രത്തിൽ പെരിയാർ ഏത് പേരിൽ അറിയപ്പെട്ടിരുന്നത്? ചൂർണി എന്നുള്ള പേരിലാണ് പെരിയാർ അറിയപ്പെട്ടിരുന്നത്. ഇനി ശങ്കരാചാര്യൻ നമ്മുടെ പെരിയാറിനെ എന്ത് പേരിട്ട് വിളിച്ചത്? പൂർണ്ണ എന്നുള്ള പേരിലാണ് വിളിച്ചത്. ശങ്കരാചാര്യർ പെരിയാറിനെ ഏത് പേരിലാണ് വിളിച്ചത്? പൂർണ്ണ എന്ന പേരാണ് ആര് കൊടുത്തത്? ശങ്കരാചാര്യ കൊടുത്തത്. പിന്നെ ആലുവയിലൂടെ ഒഴുകുന്നത് കൊണ്ട് തന്നെ ആലുവ പുഴ എന്നുള്ള പേരും, കാലടിയിലൂടെ ഒഴുകുന്നത് കൊണ്ട് തന്നെ കാലടിപ്പുഴ എന്നുള്ള പേരും ആർക്കുണ്ട്? പെരിയാറിനുണ്ട്. അപ്പോ ചാണക്യന്റെ അർത്ഥശാസ്ത്രത്തിൽ കൊടുത്ത പേരാണ് ചൂർണി. എന്താണ്?
ചൂർണി എന്നാണ് ചാണക്യന്റെ അർത്ഥശാസ്ത്രത്തിൽ കൊടുത്തിട്ടുള്ള പേര്. പിന്നെ പൂർണ്ണ എന്നാണ് ശങ്കരാചാര്യൻ പെരിയാറിനെ വിശേഷിപ്പിച്ചത്. ആലുവ പുഴ, കാലടിപ്പുഴ എന്നുള്ള പേരും ആർക്കുണ്ട്? നമ്മുടെ പെരിയാറിനുണ്ട്. ഇനി നമ്മുടെ പെരിയാറിൽ സംഭവിച്ചിട്ടുള്ള പ്രസിദ്ധമായിട്ടുള്ള 2 പ്രളയങ്ങളുണ്ട്. ഒന്ന് സംഭവിച്ചത് നമ്മള് 99-ലെ വെള്ളപ്പൊക്കം എന്ന് പറയാം. 99 വെള്ളപ്പൊക്കം എന്ന് പറയുന്നത് നമ്മള് കൊല്ലവർഷം മലയാള വർഷത്തിലാണ് നമ്മള് 1999 എന്ത് സംഭവിച്ചത്? പ്രളയം സംഭവിച്ചത്. അത് നമ്മുടെ വർഷം എന്ന് പറയുകയാണെങ്കിൽ അത് 1924 ആണ്. 1924 പ്രളയം എന്ന് പറയുന്നതാണ് 99-ലെ പ്രളയം എന്നറിയപ്പെടുന്നത്. അപ്പൊ അങ്ങനെ ഒരു പ്രളയം നടന്നിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ കൊടുങ്ങല്ലൂർ അല്ലെങ്കിൽ മുസിറിസ് തുറമുഖം നശിക്കാൻ കാരണമായിട്ടുള്ള പ്രളയമുണ്ടായത് 1341-ലാണ്. കൊടുങ്ങല്ലൂർ തുറമുഖം നശിക്കാൻ കാരണമായിട്ടുള്ള പ്രളയം സംഭവിച്ചത് 1341-ലാണ്. അങ്ങനെയാണ് പിന്നെ ഏത് തുറമുഖം വന്നത്? കൊച്ചി തുറമുഖം അല്ലെ? അപ്പൊ അതിന് ബദലായിട്ട് വന്നൊരു തുറമുഖമാണ് കൊച്ചി തുറമുഖം എന്ന് പറയുന്നത്. അപ്പൊ അതില് എന്താണ് ഉണ്ടായിട്ടുള്ള പ്രളയം ഏതൊക്കെയായിരുന്നു? 99-ലെ വെള്ളപ്പൊക്കം എന്നറിയപ്പെടുന്നത് 1924 സംഭവിച്ചത്. വർഷം ഇമ്പോർട്ടന്റ് ആണ്. 99-ലെ വെള്ളപ്പൊക്കം 1924. പിന്നെ കൊടുങ്ങല്ലൂർ തുറമുഖം നശിക്കാൻ കാരണമായിട്ടുള്ള പ്രളയം ഉണ്ടായത് 1341-ലുമാണെന്ന് ഓർത്തു വെച്ചേക്കുക. അപ്പൊ നമ്മുടെ പെരിയാർ അത്രയേ ഉള്ളൂ നമുക്ക് പഠിക്കാനുള്ളത്. ഇനി നമ്മൾ അടുത്തതിലേക്ക് പോവാണ്. ഭാരതപ്പുഴ. അടുത്ത പറയുന്നത് ഭാരതപ്പുഴയാണ്. ഭാരതപ്പുഴ നമ്മൾ ഇത്രയും വലിയ നദിയായിട്ടുള്ള ആ പെരിയാർ പഠിച്ചപ്പോ അത് ഒഴുകിയത് 2 ജില്ലകളിലൂടെയായിരുന്നു അല്ലെ? ഇടുക്കിയും എറണാകുളവുമാണ്. എന്നാൽ നമ്മുടെ ഭാരതപ്പുഴ നമ്മുടെ തമിഴ്നാട്ടിലെ ആനമല പ്രദേശത്ത് നിന്നാണ് ആര് ഉത്ഭവിക്കുന്നത്? തമിഴ്നാട്ടിലെ തമിഴ്നാട്ടിലെ ആനമല റീജിയണിൽ നിന്നാണ് ആര് ഉത്ഭവിക്കുന്നത്? നമ്മുടെ ഭാരതപ്പുഴ ഉത്ഭവിക്കുന്നത്. അവിടെ നിന്ന് നമ്മുടെ കേരളത്തിലേക്ക് വരുന്നത് ദേ ഇത് കണ്ടോ? ദേ ഇവിടെ നിങ്ങൾക്ക് മലനിരകൾ കാണാൻ കഴിയും. ആഹ് ദേ ഇവിടെ നിങ്ങൾക്ക് മലനിരകൾ കാണാൻ കഴിയും. അപ്പൊ ഇത് ഇങ്ങനെ ഒരു ഗ്യാപ്പ് കണ്ടോ? മലനിരകളൊന്നും ഇല്ലാത്തൊരു ഗ്യാപ്പ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടോ? ഇതാണ് പാലക്കാട് ചുരം എന്ന് പറയുന്നത്. ഇതാണ് പാലക്കാട് ചുരം. ഈ പാലക്കാട് ചുരത്തിലൂടെ നമ്മുടെ കേരളത്തിലേക്ക് കടക്കുന്ന ഒരു നദിയാണ് ഈ ഭാരതപ്പുഴ എന്ന് പറയുന്നത്. ഇത് 3 ജില്ലകളിലൂടെയാണ് ഒഴുകുന്നത്. ഒന്നാണ് പാലക്കാട്, 2 പറയുന്നത് ദേ തൃശ്ശൂര്, 2 പറയുന്നത് തൃശ്ശൂര്, 3 പറയുന്നത് നമ്മുടെ മലപ്പുറം. 3 മലപ്പുറം. അപ്പൊ ഒന്ന് പാലക്കാട്, 2 തൃശ്ശൂര്, 3 മലപ്പുറം. മലപ്പുറത്തെ പൊന്നാനി കായലിലാണ് ഇത് പോയിട്ട് എവിടെ പഠിക്കുന്നത്? അറബിക്കടലിലല്ല നേരിട്ട് പോയി പതിക്കുന്നത് പൊന്നാനി കായലിലാണ്. അപ്പൊ ഭാരതപ്പുഴ പോയി പതിക്കുന്നത് എവിടെയാണ്? പൊന്നാനി കായലിലാണ്. അപ്പൊ ഭാരതപ്പുഴ ആനമല റീജിയൻ പോത്തന്നൂരിനടുത്ത് ആനമല റീജിയണിൽ നിന്നാണ് ആര് ഉത്ഭവിക്കുന്നത്? നമ്മുടെ ഭാരതപ്പുഴ ഉത്ഭവിക്കുന്നത്. പാലക്കാട് ചുരത്തിലൂടെ ഇത് കേരളത്തിലേക്ക് പ്രവേശിക്കുന്നു. 3 ജില്ലകളിലൂടെ ഒഴുകിപ്പോയി പതിക്കുന്നത് പൊന്നാനി കായലിലാണ്. എവിടെയാ പോയി പതിക്കുന്നത്? പൊന്നാനി കായലിലാണ് ഇത് പോയി പതിക്കുന്നത്. പാലക്കാട്, തൃശ്ശൂര്, മലപ്പുറം എന്നീ 3 ജില്ലകളിലൂടെയാണ് ആര് ഒഴുകുന്നത്? ഭാരതപ്പുഴ ഒഴുകുന്നത്. ഓക്കെ അല്ലേ? ഇനി ഞാൻ നിങ്ങൾക്കൊരു ജസ്റ്റ് ഒരു ഐഡിയ പറഞ്ഞു തരാം ഭാരതപ്പുഴയുടെ കോഴ്സിനെ കുറിച്ചിട്ട്. നമ്മുടെ ഭാരതപ്പുഴ തുടക്കത്തില് കോരയാറ് ദേ ഇവിടെ കണ്ടോ കോരയാറില്ല ഇതില് വാളയാറുണ്ട്. വാളയാറ് അതുപോലെ തന്നെ കോരയാറ് പിന്നെ നമ്മുടെ മലമ്പുഴ പിന്നെ നമ്മുടെ കൽപ്പാത്തിപ്പുഴ ഇതെല്ലാം കൂടി ചേർന്ന് കൽപ്പാത്തിപ്പുഴ എന്നുള്ള പേരിൽ ഒഴുകിയിട്ട് ദേ ഇവിടുന്ന് വരുന്ന ചിറ്റൂർ പുഴ കണ്ടോ? ചിറ്റൂർ പുഴ അല്ലെങ്കിൽ നമ്മുടെ കണ്ണാടിപ്പുഴ എന്നും ഇത് അറിയപ്പെടാറുണ്ട്. ഈ 2 നദികളും ചിറ്റൂർ പുഴയും അതുപോലെ തന്നെ കൽപ്പാത്തിപ്പുഴയും. ഈ കൽപ്പാത്തിപ്പുഴയിൽ ആരൊക്കെയുണ്ട്? മലമ്പുഴ ഉണ്ട്, അതുപോലെ തന്നെ വാളയാറുണ്ട്, പിന്നെ വരട്ടാറുണ്ട്, കോരയാറുണ്ട് ട്ടോ. വരട്ടാറ് എന്താണ് അതുപോലെ തന്നെ കോരയാറ് ദേ ഈ നദികളെല്ലാം ഏതിലുണ്ട്? നമ്മുടെ കൽപ്പാത്തിപ്പുഴയിലുണ്ട് ട്ടോ. ഈ കൽപ്പാത്തിപ്പുഴ ഇതെല്ലാം ചേർന്നിട്ട് മലമ്പുഴ, വാളയാറ്, അതുപോലെ തന്നെ കോരയാറ്, വരട്ടാറ് എന്ന് പറയുന്ന ഈ നദികളെല്ലാം ചേർന്നിട്ട് നമ്മുടെ കൽപ്പാത്തിപ്പുഴ പറളി എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ട് ഈ കൽപ്പാത്തിപ്പുഴയും പിന്നെ ചിറ്റൂർ പുഴ അഥവാ ഏതാണ്? നമ്മുടെ മംഗലം നമ്മുടെ
ചിറ്റൂർ പുഴ അല്ലെങ്കിൽ കണ്ണാടിപ്പുഴ ട്ടോ. ചിറ്റൂർ പുഴ അല്ലെങ്കിൽ കണ്ണാടിപ്പുഴ. ചിറ്റൂർ പുഴയുടെ വേറൊരു പേരാണ് കണ്ണാടിപ്പുഴ എന്ന് പറയുന്നത്. ഈ കണ്ണാടിപ്പുഴയും ചേർന്നിട്ട് ഇവിടെ വെച്ചിട്ടാ ചേരുന്നത്. എവിടെ വെച്ചിട്ടാ ചേരുന്നത്? പറളി എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് ഇത് വന്ന് ചേരുന്നത്. എന്നിട്ടാണ് ശരിക്കും ഇതിന് ഭാരതപ്പുഴ എന്ന് പറഞ്ഞുള്ള ഒരു പേരിൽ ഇത് ഒഴുകുന്നത് ട്ടോ. ഭാരതപ്പുഴ എന്നുള്ളൊരു പേര് ശരിക്കും ഇതിന് ലഭിക്കുന്നത് പറളി എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ്. ഈ കൽപ്പാത്തി പുഴയും അതുപോലെ തന്നെ ചിറ്റൂർ പുഴയും നിങ്ങൾ ഗൂഗിൾ മാപ്പിൽ നോക്കുകയാണെങ്കിൽ ഈ നദിനെയാണ്, അതായത് ഈ ചിറ്റൂർ പുഴയാണ് നിങ്ങൾക്ക് ചിറ്റൂരിലൂടെയൊക്കെ നിങ്ങൾ ഒഴുകുന്ന നദി ഏതാ നിങ്ങൾക്ക് നിൽക്കണമെങ്കിൽ അതിൽ ഭാരതപ്പുഴ എന്ന് കൊടുത്തിട്ടുണ്ടാവുക. നമ്മുടെ ഗൂഗിൾ മാപ്പിലൊക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് ഇതെല്ലാം അവർ ഭാരതപ്പുഴയുടെ ഇതായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. എക്സാക്ട്ലി എങ്ങനെ സംഭവിക്കുന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ മലമ്പുഴ, വാളയാറ്, കോരയാറ്, വരട്ടാറ് എന്നീ നദികളെല്ലാം ചേർന്ന് കൽപ്പാത്തിപ്പുഴയിൽ വന്ന് ചേരുകയും പിന്നെ ഈ കൽപ്പാത്തിപ്പുഴ നമ്മുടെ പറളി എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ട് ചിറ്റൂർ പുഴ അഥവാ കണ്ണാടിപ്പുഴയിൽ വന്ന് പതിക്കുകയാണ്. ഇതിൽ വന്ന് പതിച്ചതിന് ശേഷം ഇത് ഭാരതപ്പുഴ എന്ന് പറയുന്ന പേരിലാണ് ഒഴുകുന്നത്. അങ്ങനെ ഒറ്റപ്പാലം, മായന്നൂർ, ഒറ്റപ്പാലം ഈ തൃശ്ശൂർ ബോർഡറിലാണ് എന്തുള്ളത്? മായന്നൂർ. ഇവിടെ ഒരു മായന്നൂർ പാലമൊക്കെ ഉണ്ട്. അത് തൃശ്ശൂർ ഒറ്റപ്പാലം, അതായത് പാലക്കാട് തൃശ്ശൂർ ബോർഡറിലായിട്ട് വരുന്നതാണ്. ഇവിടെ വെച്ചിട്ടാണ് നമ്മുടെ ആര് ഇതിൽ വന്ന് പതിക്കുന്നത്? ഗായത്രിപ്പുഴ. ദേ ഈ ഗായത്രിപ്പുഴ ഉണ്ടോ? ഈ ഗായത്രിപ്പുഴ ഇതിൽ വന്ന് പതിക്കുന്നത് മായന്നൂരിൽ വെച്ചിട്ടാണ്. എവിടെയാണ്? മായന്നൂരിൽ വെച്ചിട്ടാണ് നമ്മുടെ ഗായത്രിപ്പുഴ എവിടെ വന്ന് പതിക്കുന്നത്? നമ്മുടെ ഭാരതപ്പുഴയിൽ വന്ന് പതിക്കുന്നത്. പിന്നീട് ഇത് പട്ടാമ്പി ആ ഒരു റീജിയനിലൂടെ എല്ലാം ഒഴുകിയിട്ട് മലപ്പുറം പള്ളിപ്പുറം എന്ന് പറയുന്ന സ്ഥലത്ത്, എവിടെ വെച്ചിട്ട്? പള്ളിപ്പുറം എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ട് തൂതപ്പുഴ, നമ്മുടെ സൈലന്റ് വാലി റീജിയനിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയില്ലേ, തൂതപ്പുഴ വന്ന് പതിക്കുന്നത് മലപ്പുറം പള്ളിപ്പുറം എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് ആര് വന്ന് പതിക്കുന്നത്? തൂതപ്പുഴ നമ്മുടെ ഭാരതപ്പുഴയിൽ വന്ന് പതിക്കുന്നത്. പിന്നീട് ഇത് പോയി പതിക്കുന്നത് എവിടെയാണ്? പൊന്നാനി കായലിലാണ്. എവിടെയാ പോയി പതിക്കുന്നത്? പൊന്നാനി കായലിലാണ് ഇത് പോയി പതിക്കുന്നത്. അപ്പൊ ഒന്നും കൂടെ ഞാൻ പറഞ്ഞുതരാം. മലമ്പുഴ, കൽപ്പാത്തിപ്പുഴ, വാളയാറ്, കോരയാറ്, വരട്ടാറ് എന്നീ നദികളെല്ലാം ചേർന്ന് കൽപ്പാത്തിപ്പുഴ എന്നുള്ള പേരിൽ അങ്ങ് ഒഴുകിയിട്ട് പറളി എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ട് ആര് വന്ന് ചേരുകയാണ്? ആര് വന്ന് ചേരുകയാണ്? നമ്മുടെ കണ്ണാടിപ്പുഴ അഥവാ ചിറ്റൂർ പുഴ പറളിയിൽ വെച്ചിട്ട് ഭാരതപ്പുഴ എന്നുള്ള പേരിൽ പിന്നീട് ഒഴുകി തുടങ്ങുകയാണ്. അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെയായിരിക്കും കേട്ടിട്ടുണ്ടാവുക, പറളിയിൽ വെച്ചിട്ടാണ് കൽപ്പാത്തിപ്പുഴയും കണ്ണാടിപ്പുഴയും നമ്മുടെ ഭാരതപ്പുഴയിലും ഇതാണ് വന്ന് ചേർന്നെന്നായിരിക്കും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുക. അങ്ങനെ പഠിച്ചു വെച്ചാലും കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് മനസ്സിലായാൽ മതി. ഇങ്ങനെയാണ് ശരിക്കും സംഭവിക്കുന്നത്. നിങ്ങൾ കേട്ടിരിക്കുന്നത് കൽപ്പാത്തിപ്പുഴ അല്ലെങ്കിൽ ചിറ്റൂർ പുഴ നമ്മുടെ ഭാരതപ്പുഴയിൽ വന്ന് ചേരുന്നത് പറളിയിൽ വെച്ചിട്ടാണെന്നായിരിക്കും നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം. അങ്ങനെ പഠിച്ചു വെച്ചാലും ഒരു കുഴപ്പമില്ല. ഓക്കെ, നിങ്ങൾക്ക് കാര്യം മനസ്സിലായാൽ മതി. ഓക്കെ, ഇപ്പൊ പറളിയിൽ വെച്ചിട്ട് നമ്മുടെ കൽപ്പാത്തിപ്പുഴയും ചിറ്റൂർ പുഴയും അല്ലെങ്കിൽ കണ്ണാടിപ്പുഴയും തമ്മിൽ ഒന്നിക്കുന്നു. പിന്നീട് അത് ഒറ്റപ്പാലം മായന്നൂരിനടുത്ത് വെച്ചിട്ടാണ് ഇതിൽ ആര് വന്ന് പതിക്കുന്നത്? ഗായത്രിപ്പുഴ വന്ന് പതിക്കുന്നത്. ഗായത്രിപ്പുഴ ഇതിൽ വന്ന് പതിക്കുന്നത് അവിടെ നിന്നാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇത് പോയി കടക്കുന്നത് എങ്ങോട്ടേക്കാണ്? തൃശ്ശൂര് കഴിഞ്ഞ് പിന്നെ ഇവര് മലപ്പുറം പോകുന്നു. മലപ്പുറത്ത് പള്ളിപ്പുറം എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ട് തൂതപ്പുഴ നമ്മുടെ ഭാരതപ്പുഴയിൽ വന്ന് ചേരുകയാണ്. അത് കഴിഞ്ഞിട്ട് ഇത് എവിടെ പോയി പതിക്കുന്നു? പൊന്നാനി കായലിൽ പോയി പതിക്കുന്നു. ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയാണ് ഇതിന്റെ കോഴ്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇൻ ഡെപ്ത് ആയിട്ട് എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്ന് നോക്കാം. ഓക്കെ, അപ്പൊ ഭാരതപ്പുഴ. ഭാരതപ്പുഴയുടെ നീളം എന്ന് പറയുന്നത് 209 കിലോമീറ്റർ ആണ്. ഭാരതപ്പുഴയുടെ ലെങ്ത് എന്ന് പറയുന്നത് 209 കിലോമീറ്റർ ആണ്. എത്ര മൈലാണ്? 129 മൈലാണ് ഭാരതപ്പുഴയുടെ ലെങ്ത് എന്ന് പറയുന്നത്. 209 കിലോമീറ്റർ അഥവാ 129 മൈലാണ് ഭാരതപ്പുഴയുടെ ലെങ്ത് എന്ന് പറയുന്നത്. മൈലും പഠിച്ചു വെക്കണം, PYQ ആണ്. 209 കിലോമീറ്റർ അഥവാ 129 മൈലാണ് ഭാരതപ്പുഴയുടെ ലെങ്ത് എന്ന് പറയുന്നത്. സെക്കൻഡ് ലാർജസ്റ്റ് റിവർ ഇൻ കേരള, രണ്ടാമത്തെ വലുതാണ്. ഏറ്റവും വലുത് എന്താണ്? നമ്മുടെ പെരിയാറാണ് അല്ലെ. സെക്കൻഡ് ലാർജസ്റ്റ് റിവർ എന്ന് അറിയപ്പെടുന്നതാണ് ഭാരതപ്പുഴ. ഇത് ഉത്ഭവിക്കുന്നത് പോത്തന്നൂരിനടുത്ത് ആനമലൈ ഹിൽസിൽ നിന്നാണ്. ഇങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ട്. പോത്തന്നൂർ എന്നും വരെ ഓപ്ഷനിൽ വന്നിട്ടുണ്ട്. പോത്തന്നൂരിനടുത്ത് ആനമലൈ ഹിൽസിൽ നിന്നാണ് ആര് ഉത്ഭവിക്കുന്നത്? നമ്മുടെ ഭാരതപ്പുഴ ഉത്ഭവിക്കുന്നത്. ഇത് കേരളത്തിലേക്ക് പ്രവേശിക്കുന്നത് എവിടെ നിന്നാണ്? പാലക്കാട് ചുരത്തിലൂടെ കേരളത്തിലേക്ക് പ്രവേശിക്കുന്നു. പാലക്കാട് പാസിലൂടെയാണ് ഇത് എവിടേക്ക് പ്രവേശിക്കുന്നത്? കേരളത്തിലേക്ക് പ്രവേശിക്കുന്നത്. ഇനി ഏതൊക്കെയാണ് ജില്ലകള്? ഇത് ഒഴുകുന്ന ജില്ലകൾ എന്ന് പറയുന്നത് പാലക്കാട്,
തൃശ്ശൂര്, മലപ്പുറം എന്നീ ജില്ലകളിലൂടെയാണ് ആര് ഒഴുകുന്നത്? ഭാരതപ്പുഴ ഒഴുകുന്നത്. പാലക്കാട്, തൃശ്ശൂര്, മലപ്പുറം എന്നീ ജില്ലകളിലൂടെയാണ് ഇത് ഒഴുകുന്നത്. പോയി പതിക്കുന്നത് പൊന്നാനി കായലിലാണ്. പൊന്നാനി കായലിലാണ് ഇത് പോയി പതിക്കുന്നത്. അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾ അറബിക്കടൽ എന്നായിരിക്കും ഉണ്ടാവുക. അതായത് പൊന്നാനി കായൽ പോയി ബന്ധിപ്പിക്കുന്നത് ഏതിലാണ്? അറബിക്കടലിലാണ്. അപ്പൊ പൊന്നാനി കായൽ ഇല്ല. അറബിക്കടലിലാണ് ഓപ്ഷൻ ഉള്ളെങ്കിലും അതെന്താണ്? ശരിയാണ്. പൊന്നാനി കായൽ പോയി പതിക്കുന്നത്, പോയി ബന്ധിപ്പിക്കുന്നത് എന്തുമായിട്ടാണ്? അറബിക്കടലുമായിട്ടാണ്. ഇത് കേരളത്തിലെ നൈൽ എന്നാണ് അറിയപ്പെടുന്നത്. കേരളത്തിലെ നൈൽ എന്ന് അറിയപ്പെടുന്നത് നമ്മുടെ ഭാരതപ്പുഴയാണ്. അപ്പൊ നിങ്ങൾക്ക് ഡൗട്ട് വരാം. അപ്പൊ പെരിയാറല്ലേ ഏറ്റവും നീളം കൂടിയ നദി? എന്നിട്ടെന്താ നൈൽ ഓഫ് കേരള എന്ന് ഭാരതപ്പുഴ അറിയപ്പെടുന്നത്? നിങ്ങൾക്ക് ഡൗട്ട് വരാം. നമ്മുടെ കേരളത്തിന്റെ സംസ്കാരവുമായിട്ട് നല്ല ബന്ധമുള്ളത്, കേരളത്തിന്റെ സംസ്കാരവുമായിട്ട് നല്ല ഒരു ബന്ധമുള്ളത് നമ്മുടെ ഭാരതപ്പുഴയ്ക്കാണ്. അതുകൊണ്ടാണ് ഇതിനെ നൈൽ ഓഫ് കേരള, അതുപോലെ തന്നെ ലൈഫ് ലൈൻ ഓഫ് കേരളാസ് കൾച്ചറൽ മാപ്പ് എന്നൊക്കെ അറിയപ്പെടുന്നത്. ലൈഫ് ലൈൻ ഓഫ് കേരളാസ് കൾച്ചറൽ മാപ്പ് എന്നൊക്കെ അറിയപ്പെടുന്നത് നമ്മുടെ നമ്മുടെ ഭാരതപ്പുഴയാണ്. അപ്പൊ നൈൽ ഓഫ് കേരള, അതുപോലെ തന്നെ കേരളത്തിന്റെ സാംസ്കാരിക ത്തിന്റെ മാപ്പ് എന്നൊക്കെ അറിയപ്പെടുന്നതും ഏത് തന്നെയാണ്? കേരള സംസ്കാരത്തിന്റെ ഏറ്റവും കൂടുതൽ സംഭാവന നൽകുന്ന നദി എന്നറിയപ്പെടുന്നത് നമ്മുടെ ഭാരതപ്പുഴയാണ്. കേരള സാംസ്കാരിക ഭൂപടത്തിന്റെ ജീവരേഖയായിട്ട് അറിയപ്പെടുന്ന നദിയും ഏത് തന്നെയാണ്? നമ്മുടെ ഭാരതപ്പുഴയാണ്. ഇനി അടുത്തൊരു കൺഫ്യൂസിംഗ് ഫാക്ട് ദേ പിടിച്ചോ. റിവർ വിത്ത് ലാർജസ്റ്റ് കാച്ച്മെന്റ് ഏരിയ, ഏറ്റവും കൂടുതൽ നദീതട വിസ്തീർണമുള്ള നദി. ഇതെന്തടാപ്പാ, ഈ നദിയാണോ ഏറ്റവും വലുതെന്ന് നിങ്ങൾക്ക് തോന്നുവോ? എന്താ, പെരിയാറല്ലേ അപ്പൊ ഏറ്റവും വലുത് കേരളത്തിലെ? അപ്പൊ എങ്ങനെ ഭാരതപ്പുഴയ്ക്ക് ഏറ്റവും വലിയ വൃഷ്ടിപ്രദേശം ഉണ്ടാവുക? എന്നാൽ അത് സത്യമാണ്. ഭാരതപ്പുഴയ്ക്കാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വൃഷ്ടിപ്രദേശമുള്ളത്. കേരളത്തിലെ ഏറ്റവും വലിയ വൃഷ്ടിപ്രദേശമുള്ളത്, ഏറ്റവും കൂടുതൽ കേരളത്തിലെ എന്നല്ല കേട്ടോ, കേരളത്തിലെ എന്നല്ല, അതിന് 5000 ചില്ലാനുമുണ്ട് കേരളത്തിലെന്ന് പറയുന്നത്. എന്നാൽ ടോട്ടൽ കാച്ച്മെന്റ് ഏരിയ, ഭാരതപ്പുഴയുടെ ടോട്ടൽ കാച്ച്മെന്റ് ഏരിയ എന്ന് പറയുന്നത് 6186 ചതുരശ്ര കിലോമീറ്റർ ആണ്. 6186 ചതുരശ്ര കിലോമീറ്റർ ആണ് നമ്മുടെ ഭാരതപ്പുഴയുടെ കാച്ച്മെന്റ് ഏരിയ എന്ന് പറയുന്നത്. കേരളത്തിൽ 4400-ഉം അതേപോലെ തന്നെ 1786 ആണ് എവിടെയുള്ളത്? തമിഴ്നാട്ടിലുള്ളത്. കേരളത്തിൽ 4400-ഉം തമിഴ്നാട്ടിൽ 1786 ആണ്. അപ്പോ നദികളിൽ ഏറ്റവും വലിയ വൃഷ്ടിപ്രദേശം എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ആർക്കാണ്? ഭാരതപ്പുഴയ്ക്കാണ്. ഭാരതപ്പുഴയ്ക്കാണ്. അത് കേരളത്തിലെ 4400-ഉം തമിഴ്നാട്ടിൽ 1786-ഉമാണെന്ന് അറിഞ്ഞു വെച്ചേക്കാം. ഇനി ഈ ഭാരതപ്പുഴ അറിയപ്പെടുന്ന പേരുകൾ, നിള എന്ന പേരിൽ അറിയപ്പെടുന്നു. നിള എന്നുള്ള പേരിൽ ആരറിയപ്പെടുന്നുണ്ട്? ഭാരതപ്പുഴ അറിയപ്പെടുന്ന പേരാണ് നിള. നിള. ഇനി ഇതിലൊക്കെ പറയുന്ന പേരെന്ന് പറയുന്നത്, ഭാഗവതത്തിലൊക്കെ പറയുന്നത്, ഭാരതപ്പുഴയെ ഭാഗവതത്തിൽ അറിയപ്പെടുന്ന പേര് പ്രതീജി എന്നാണ്. ഭാഗവതത്തിൽ അറിയപ്പെടുന്ന പേരെന്താണ്? പ്രതീജി എന്നാണ്. ഭാരതപ്പുഴ അറിയപ്പെടുന്നത് ഭാഗവതത്തിൽ ഏത് പേരിലാണ്? പ്രതീജി എന്നുള്ള പേരിലാണ്. പിന്നെ പൊന്നാനി റിവർ എന്നറിയപ്പെടുന്നത് നമ്മുടെ ആരാണ്? പൊന്നാനി റിവർ എന്നറിയപ്പെടുന്നത് നമ്മുടെ ഭാരതപ്പുഴയാണ്. പിന്നെ പ്രാചീന കാലങ്ങളിൽ അറിയപ്പെട്ടിരുന്ന പേര് പേരാർ എന്നാണ്. പ്രാചീന കാലങ്ങളിൽ അറിയപ്പെട്ടിരുന്നത് പേരാർ എന്നാണ്. എന്നാൽ ഇത് ചിറ്റൂരാണ്. ചിറ്റൂരിൽ അത് അറിയപ്പെടുന്നത് ശോകനാശിനി പുഴ എന്നാണ്. ചിറ്റൂരിൽ ഭാരതപ്പുഴ അല്ലെങ്കിൽ അവിടെയുള്ള പുഴ അറിയപ്പെടുന്നത് എന്താണ്? ശോകനാശിനി പുഴ എന്നാണ്. ചിറ്റൂരിൽ ഭാരതപ്പുഴ അറിയപ്പെടുന്ന പേരെന്താണ്? ശോകനാശിനി പുഴ എന്നാണ്. ആ പേര് കൊടുത്തത് എഴുത്തച്ഛനാണ്. ശോകനാശിനി പുഴ എന്നുള്ള പേരിൽ കൊടുത്തത് ആരാണ്? എഴുത്തച്ഛനാണ്. എഴുത്തച്ഛനാണ്. അപ്പൊ നിള എന്നുള്ള പേരിലും ഭാഗവതത്തിൽ പ്രതീജി എന്നുള്ള പേരിലും പൊന്നാനിപ്പുഴ എന്നുള്ള പേരിലും പഴയ കാലങ്ങളിൽ, പ്രാചീന കാലങ്ങളിൽ പേരാർ എന്നുള്ള പേരിലും ചിറ്റൂരിൽ അറിയപ്പെടുന്ന പേര് ശോകനാശിനിപ്പുഴ എന്നാണ്. ആ പേര് കൊടുത്തത് ആരാണ്? അത് എഴുത്തച്ഛനാണ്. എഴുത്തച്ഛനാണ് ആ ഒരു പേര് കൊടുത്തതെന്നും കൂടെ അറിഞ്ഞു വെച്ചേക്കാം. ഇനി പ്രധാനപ്പെട്ട പോഷക നദികൾ. പ്രധാനപ്പെട്ട പോഷക നദികൾ ഏതൊക്കെയാണ്? അത് കണ്ണാടിപ്പുഴ. കണ്ണാടിപ്പുഴയുടെ വേറൊരു പേരെന്താണ്? കണ്ണാടിപ്പുഴയുടെ വേറൊരു പേരാണ് നമ്മുടെ ചിറ്റൂർ പുഴ എന്ന് പറയുന്നത്. ചിറ്റൂർ പുഴ. കണ്ണാടിപ്പുഴയുടെ വേറൊരു പേരാണ് ചിറ്റൂർ പുഴ. പിന്നെ തൂതപ്പുഴ, ഗായത്രിപ്പുഴ, കൽപ്പാത്തിപ്പുഴ. കണ്ണാടിപ്പുഴ അല്ലെങ്കിൽ ചിറ്റൂർ പുഴ, തൂതപ്പുഴ, ഗായത്രിപ്പുഴ,
കൽപ്പാത്തിപ്പുഴ എന്നുള്ള പേരിലൊക്കെ അറിയപ്പെടുന്നത് ഏതാണ്? നമ്മുടെ ഭാരതപ്പുഴയുടെ ട്രിബ്യൂട്ടറീസ് ആണ്. ഇനി ഇതിനുള്ള ഒരു കോഡ് ഞാൻ പറഞ്ഞു തന്നോട്ടെ. കണ്ണാടി നോക്കി തൂത്തുകൊണ്ടിരിക്കുന്ന ഗായത്രി കാൽ വഴുതി ഭാരതപ്പുഴയിൽ വീണു. കണ്ണാടി നോക്കി തൂത്തുകൊണ്ടിരിക്കുന്ന ഗായത്രി കാൽ വഴുതി ഭാരതപ്പുഴയിൽ വീണു. നോക്കിയേ, കണ്ണാടി നോക്കി, അപ്പൊ കണ്ണാടിപ്പുഴ, കണ്ണാടി നോക്കി കണ്ണാടിപ്പുഴ, തൂത്തുകൊണ്ടിരിക്കുന്ന, തൂത്തുകൊണ്ടിരിക്കുന്ന എന്നുള്ളത് തൂതപ്പുഴ, ഗായത്രി, ഗായത്രിപ്പുഴ, കാൽ വഴുതി കൽപ്പാത്തിപ്പുഴ, കാൽ വഴുതി കൽപ്പാത്തിപ്പുഴ എവിടെയാ വീണേ? ഭാരതപ്പുഴയില്. അപ്പൊ ഭാരതപ്പുഴയുടെ പോഷക നദികളാണ് കണ്ണാടിപ്പുഴ, പിന്നെ തൂതപ്പുഴ, ഗായത്രിപ്പുഴ, കൽപ്പാത്തിപ്പുഴ. ഓക്കെ, അപ്പൊ എന്തായിരുന്നു കോഡ്? കണ്ണാടി നോക്കി തൂത്തുകൊണ്ടിരിക്കുന്ന ഗായത്രി കാൽ വഴുതി ഭാരതപ്പുഴയിൽ വീണു എന്നതാണ് കോഡ് ട്ടോ. ഓക്കെ, അപ്പൊ ഇതിൽ ഏതൊക്കെയാണ് നദികൾ ഞാൻ നേരത്തെ പറഞ്ഞു തന്നു. ദേ നമ്മുടെ തൂതപ്പുഴ, നമ്മുടെ കൽപ്പാത്തിപ്പുഴ, ചിറ്റൂർ പുഴ അല്ലെങ്കിൽ കണ്ണാടിപ്പുഴ, പിന്നെ നമ്മൾ പറഞ്ഞത് ഏതായിരുന്നു? ഗായത്രിപ്പുഴ. ദേ ഗായത്രിപ്പുഴ. ഇത്രയാണ് നമ്മുടെ പോഷക നദികൾ എന്ന് പറയുന്നത്. കണ്ണാടിപ്പുഴയുടെ വേറൊരു പേരാണ് ചിറ്റൂർ പുഴ. ഇത് ഭാരതപ്പുഴയിൽ പോയി വന്ന് ചേരുന്നത് പറളിയാണ്. പിന്നെ ഗായത്രിപ്പുഴ ഇതിൽ വന്ന് ചേരുന്നത് എവിടെയാണ്? മായന്നൂരിലാണ്. മായന്നൂർ, അത് ഒറ്റപ്പാലം മായന്നൂർ ആ ഒരു ജംഗ്ഷനിൽ വെച്ചിട്ടാണ്. അതായത് തൃശ്ശൂരാണ്. മായന്നൂർ കണക്കാക്കുന്നത് എവിടെയാണ്? തൃശ്ശൂരാണ്. അത് ബോർഡറിലാണ് ട്ടോ. അതായത് നമ്മുടെ പാലക്കാട്, അതേപോലെ തന്നെ മായന്നൂർ തൃശ്ശൂർ ബോർഡറിലാണ് അത് കിടക്കുന്നത്. പിന്നെ അടുത്ത് നമ്മൾ പറയുന്നത് കുന്തിപ്പുഴനെ കുറിച്ചിട്ടും തൂതപ്പുഴനെ കുറിച്ചിട്ടുമാണ്. തൂതപ്പുഴയുടെ ഒരു പ്രധാനപ്പെട്ട പോഷക നദിയാണ് കുന്തിപ്പുഴ എന്ന് പറയുന്നത്. തൂതപ്പുഴയുടെ ഒരു പ്രധാനപ്പെട്ട പോഷക നദിയാണ് ഏതെന്ന് പറയുന്നത്? കുന്തിപ്പുഴ എന്ന് പറയുന്നത്. ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സൈലന്റ് വാലി നാഷണൽ പാർക്ക്, സൈലന്റ് വാലി നാഷണൽ പാർക്കിൽ നിന്നും ഉത്ഭവിക്കുന്ന നദിയാണ് തൂതപ്പുഴ. ഓക്കെ, സൈലന്റ് വാലി നാഷണൽ പാർക്കിൽ നിന്നും ഉത്ഭവിക്കുന്ന നദിയാണ് തൂതപ്പുഴ. എന്നാൽ സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദിയാണ് ഏതെന്ന് പറയുന്നത്? കുന്തിപ്പുഴ. ഓക്കെ, കുന്തിപ്പുഴ എന്ന് പറയുന്നത് സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദിയാണ്. തൂതപ്പുഴ എന്ന് പറയുന്നത് സൈലന്റ് വാലിയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദിയാണ്. പിന്നീട് ഇത് രണ്ടും എന്ത് ചെയ്യുന്നു? കൂടിച്ചേരുകയാണ്. പിന്നീട് ഇത് നമ്മൾ എന്ത് ചെയ്യുന്നു? കൂടിച്ചേരുന്നു. ഇതിൽ കുറെ വേറെ പോഷക നദികളൊക്കെ വന്ന് ചേരുന്നുണ്ട് കേട്ടോ. വേറെയും എന്താണ് കരിമ്പാപ്പുഴ, അങ്ങനെ കുറെ വന്ന്, അതേപോലെ തന്നെ കാഞ്ഞിരപ്പുഴ, അങ്ങനെ കുറച്ച് നദികളെല്ലാം ഇതിൽ വന്ന് ചേർന്നിട്ടാണ് പിന്നെ ഇത് തൂതപ്പുഴ എന്നുള്ള പേരിൽ എന്ത് ചെയ്യുന്നത്? ഒഴുകി നമ്മുടെ മലപ്പുറത്തെ പള്ളിപ്പുറം എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് ഇത് ഭാരതപ്പുഴയിൽ വന്ന് ചേരുന്നത്. നമ്മൾ അങ്ങനെ ഭാരതപ്പുഴയിൽ വന്നിട്ട് ചേരുകയാണ് ചെയ്യുന്നത്. അല്ലേ? അപ്പോ ഇത് നിങ്ങൾ ഓർത്തു വെക്കണം. സൈലന്റ് വാലിയിൽ നിന്നും ഉത്ഭവിക്കുന്നത് തൂതപ്പുഴ, സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്നത് കുന്തിപ്പുഴ. അപ്പൊ നമ്മുടെ ലുട്ടാപ്പി കുന്തത്തിലൂടെയാണ് സഞ്ചരിക്കുക അല്ലെ? ലുട്ടാപ്പി സഞ്ചരിക്കുന്നത് കുന്തത്തിലാണ്. കുന്തത്തിലൂടെ സൈലന്റ് വാലി നാഷണൽ പാർക്ക് ഒക്കെ ചുറ്റിപ്പോയി എന്ന് ആലോചിച്ചാൽ മതി. കുന്തത്തിലൂടെ ഇതിലൂടെ ഒഴുകിപ്പോയി എന്ന് ആലോചിച്ചാൽ മതി. അപ്പൊ കുന്തിപ്പുഴ കിട്ടും. അതിലൂടെ ഒഴുകുന്നത്, അവിടെ നിന്നും ഉത്ഭവിക്കുന്നത് തൂതപ്പുഴയാണ്. അപ്പൊ ഇത് രണ്ടും കൺഫ്യൂഷൻ ഇല്ലാതെ പഠിക്കുക. തൂതപ്പുഴയുടെ ഒരു പ്രധാനപ്പെട്ട പോഷക നദിയാണ് ഏതെന്ന് പറയുന്നത്? കുന്തിപ്പുഴ എന്ന് പറയുന്നത്. ഇനി അടുത്ത പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് മാമാങ്കം എന്ന് പറയുന്നത്. മാമാങ്കം തുടക്കം വന്നത്, അതായത് മാമാങ്കം തുടങ്ങിയത് എന്ന് വിശ്വസിക്കുന്നത് എപ്പോഴാണ്? AD 892-ലാണ്. AD 892-ലാണ് മാമാങ്കം നടന്നു എന്ന് നമ്മള് തുടക്കം നമ്മൾ കണക്കാക്കപ്പെടുന്നത് AD 892-ലാണ്. ഇനി ഭാരതപ്പുഴയുടെ എവിടെ വെച്ചിട്ടാണ്? മലപ്പുറത്തെ തിരുനാവായ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് മാമാങ്കം നടന്നിരുന്നത്. മാമാങ്കം നടന്നിരുന്നത് എവിടെ വെച്ചിട്ടായിരുന്നു? തിരുനാവായ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് മാമാങ്കം നടന്നത്. അത് 12 വർഷത്തിൽ ഒരിക്കലാണ് മാമാങ്കം നടക്കുക കേട്ടോ. 12 വർഷത്തിൽ ഒരിക്കലാണ് മാമാങ്കം നടന്നിരുന്നത്. അത് ഏകദേശം അവസാന ഘട്ടങ്ങളിലൊക്കെ ആയപ്പോ 1 മാസം വരെയൊക്കെ എന്ത് നടക്കുമായിരുന്നു? മാമാങ്കം നടക്കുമായിരുന്നു ട്ടോ. ഈ മാമാങ്കത്തിന്റെ ചരിത്രം എന്ന് പറയുന്നത് വളരെ രസമാണ്. നിങ്ങൾ ഈ മാമാങ്കം എന്ന് പറയുന്ന മൂവിയൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും, അതായത് ഇതിന്റെ രക്ഷാധികാരത്വം, അതായത് ഈ രക്ഷാകർതൃത്വം കിട്ടുന്നത് എന്ന് പറയുന്നത് വലിയ കാര്യമായിട്ടാണ് രാജാക്കന്മാര് കണക്കാക്കിയിരുന്നത്. അപ്പൊ അന്നത്തെ സാമൂതിരിമാരും ആ സാമൂതിരി അതേപോലെ തന്നെ വളുവനാടത്തെ രാജാക്കന്മാരും ഇതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യുമായിരുന്നു?
ഭയങ്കര യുദ്ധമൊക്കെ ആയിരുന്നു. ഈ ഒരു മാമാങ്കം നടത്താൻ വേണ്ടിയിട്ട് ഈ പരിപാടി ഇവര് നടത്തുക എന്ന് പറയുന്നത് വലിയൊരു പേരായിട്ടാ കണക്കാക്കിയിരുന്നത്. അപ്പൊ ആ ഒരു പേരും പെരുമയും അവരുടെ ഒരു ആഹ്, അധികാരമൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അവര് മാമാങ്കം നടത്തിയിരുന്നത്. അപ്പൊ അവരുടെയൊക്കെ അത്രയും ഒരു കാലിബർ ഉള്ള ആളുകളാണ്. അവരുടെ കുറെ സൈന്യത്തിന്റെ ശക്തികളും അങ്ങനെ പല പല കലാപരിപാടികളും ഒക്കെ ആയിട്ട് ഒരു വലിയൊരു ഉത്സവമായിരുന്നു ഈ മാമാങ്കം എന്ന് പറയുന്നത്. അപ്പൊ ഇവര് അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുമായിരുന്നു? അടി കൂടുമായിരുന്നു എന്നൊക്കെയാ പറയുന്നത്. അതേപോലെ തന്നെ ചാവേറുകളൊക്കെ ഉണ്ടാവും. ഇതില് വന്നിട്ട് കൊല്ലാനും ഇതാക്കാനൊക്കെ വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലാനും പിടിക്കാനൊക്കെ വേണ്ടിയിട്ട് ചാവേറുകളൊക്കെ എന്ത് ചെയ്യുമായിരുന്നു? ഈ മാമാങ്കത്തിന്റെ പേരിൽ ഇവരെ ഇറക്കുമായിരുന്നു ട്ടോ. അപ്പൊ അത്രയ്ക്കും വലിയ ചരിത്രമൊക്കെ ഉള്ള ഒരു ഭാഗമാണ് ഈ മാമാങ്കം എന്നറിയപ്പെടുന്ന ഭാഗം. അപ്പൊ അത് എവിടെ നടന്നിരുന്നത്? തിരുനാവായയിലാണ്. നമ്മുടെ ഭാരതപ്പുഴയുടെ തീരത്താണെന്നും കൂടെ എന്ത് ചെയ്യുക? അറിഞ്ഞു വെച്ചേക്കുക. ഓക്കെ. അപ്പൊ അത്രയും അറിഞ്ഞു വെച്ചേക്കുക. പിന്നെ നമ്മുടെ ഗാന്ധിജി, ജവഹർലാൽ നെഹ്റു, നമ്മുടെ ലാൽ ബഹാദൂർ ശാസ്ത്രി ഇവരുടെയൊക്കെ ചിതാഭസ്മം എവിടെയാ നിമജ്ജനം ചെയ്തിട്ടുള്ളത്? തിരുനാവായലയിലാണ് ട്ടോ. ഗാന്ധിജി, ജവഹർലാൽ നെഹ്റു, ലാൽ ബഹാദൂർ ശാസ്ത്രി എന്നിവരുടെയൊക്കെ ചിതാഭസ്മം നിമജ്ജനം ചെയ്തത് എവിടെയാണ്? നമ്മുടെ തിരുനാവായലാണ്. കേരളത്തിലെ തിരുനാവായൽ. ഈ മാമാങ്കം നടന്നിരുന്ന തിരുനാവായലയിലാണ്. അപ്പൊ എന്താണ് ഇതിന് ഇത്ര പ്രത്യേകത എന്ന് ചോദിക്കുകയാണെങ്കിൽ 12 വർഷത്തിലൊരിക്കൽ കുംഭമേള നടക്കുന്നത് പോലെ തന്നെ നമ്മുടെ ഭാരതപ്പുഴയ്ക്കും നമ്മുടെ ഗംഗാദേവിയിലെ അവര് ദൈവത്തിനെ പോലെയല്ലേ കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ അത് എവിടെ വന്ന് ലയിക്കുന്നു എന്നാ പറയുന്നത്? ഈ ഭാരതപ്പുഴയിൽ വന്ന് ലയിക്കുന്നു എന്നൊക്കെയാണ് വിശ്വസിക്കപ്പെട്ടിരുന്നത്. അപ്പൊ ഇവിടെയും അന്ന് കാലത്ത് ഈ 12 വർഷത്തിൽ ഒരിക്കല് ഇവിടെയും ഒരു കുംഭമേള നടക്കുന്നതിന് സമാനമായിട്ടുള്ള ഒരു ഉത്സവം തന്നെയാണ് ഇവിടെ നടക്കുന്നത്. ഇതിൽ അന്ന് സ്നാനം ചെയ്താല് നല്ല പുണ്യം കിട്ടും എന്നുള്ള ഒരു വിശ്വാസം എന്തൊക്കെയാണ്. അങ്ങനെ വിശ്വാസത്തിൽ നിന്നാണ് എന്ത് ഡെവലപ്പ് ചെയ്ത് വന്നത്? മാമാങ്കം എന്ന് പറയുന്ന വലിയൊരു ഉത്സവം വന്നത്. പല ദേശത്തു നിന്നും ഇതിൽ നിന്നും ആളുകള് പങ്കെടുക്കാനായിട്ട് വരികയും ചെയ്യായിരുന്നു ട്ടോ. പിന്നെ തിരുനാവായയുടെ വേറൊരു പ്രത്യേകതയാണ് മേൽപ്പത്തൂർ നാരായണ ഭട്ടത്തിരി. മേൽപ്പത്തൂർ നാരായണ ഭട്ടത്തിരി എവിടെയാണ് ജനിച്ചത്? നമ്മുടെ തിരുനാവായയിലാണ് ജനിച്ചത്. അദ്ദേഹത്തിന്റെ ഒരു ഫേമസ് വർക്കാണ് നാരായണീയം എന്ന് പറയുന്നത്. മേൽപ്പത്തൂർ നാരായണ ഭട്ടത്തിരി ജനിച്ചത് നമ്മുടെ ഈ തിരുനാവായയിലാണ്. അദ്ദേഹത്തിന്റെ ഫേമസ് വർക്കാണ് നാരായണീയം എന്ന് പറയുന്നത്. ഇനി ഇതിലുള്ള പ്രസിദ്ധമായിട്ടുള്ള ഡാമുകൾ എന്ന് പറയുന്നത് മലമ്പുഴ ഡാം, വാളയാർ ഡാം, മംഗലം ഡാം, പോത്തുണ്ടി ഡാം, മീങ്കര ഡാം, ചുള്ളിയാർ ഡാം. പ്രസിദ്ധമായിട്ടുള്ള ഡാമുകൾ ഏതൊക്കെയാണ്? ഏറ്റവും വലുത് കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ഡാമാണ് ഏതെന്ന് പറയുന്നത്? ഏറ്റവും വലുത് കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ഡാമാണ് മലമ്പുഴ ഡാം. കേരളത്തിന്റെ വൃന്ദാവനം എന്നൊക്കെ അറിയപ്പെടുന്നത് ഏത് തന്നെയാണ്? മലമ്പുഴ ഡാം ആണ്. വാളയാറ്, മംഗലം ഡാം, പോത്തുണ്ടി ഡാം, മീങ്കര ഡാം, ചുള്ളിയാർ ഡാം ഒക്കെ ഇതിന്റെ ഡാമുകളാണ്. ഇത് എല്ലാ ഡാംസും ഈ ഒരു പിക്കലുണ്ട് ട്ടോ. ദേ മംഗലം ഡാം എന്ന് പറയുന്നത് ഇതാണ് മംഗലം ഡാം. മംഗലം ഡാം എന്ന് പറയുന്നത് ഇതാണ്. ഇനി പോത്തുണ്ടി ഡാം എന്ന് പറയുന്നതാണ്. നെല്ലിയാമ്പതിയൊക്കെ പോയിട്ടുള്ളവർക്ക് അറിയാം. പോത്തുണ്ടി ഡാം എന്ന് പറയുന്നത് ഇതാണ്. പിന്നെ ചുള്ളിയാർ ഡാം എന്ന് പറയുന്നത് ഇതാണ്. ചുള്ളിയാർ ഡാം എന്ന് പറയുന്നത് ഇതാണ്. പിന്നെ മീങ്കര ഡാം എന്ന് പറയുന്നതാണ്. മീങ്കര ഡാം. പിന്നെ മലമ്പുഴ ഇതാണ് മലമ്പുഴ. മലമ്പുഴ ഇതാണ്. പിന്നെ വാളയാർ എന്ന് പറയുന്നത് ഇവിടെ ബോർഡറിലാണ്. വാളയാർ ഡാം. പിന്നെ കാഞ്ഞിരപ്പുഴ ഡാം. ദേ ഇവിടെയാണ് ട്ടോ. ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ തൂതപ്പുഴയായിട്ട് വന്ന് ചേർന്നു എന്നൊക്കെ പറഞ്ഞ ഒരു ആറില്ലേ? അതാണ് നമ്മുടെ കാഞ്ഞിരപ്പുഴ. ഇത് നമ്മുടെ കുന്തിപ്പുഴയാണ് ട്ടോ. ദേ കുന്തിപ്പുഴയിലാണ് നമ്മുടെ ഈ മണ്ണാർക്കാട് റീജിയനിൽ നിന്നും നമ്മുടെ കുന്തിപ്പുഴയും തൂതിപ്പുഴയും വന്ന് ചേർന്നിട്ടാണ് എവിടെ വന്ന് പതിക്കുന്നത്? പള്ളിപ്പുറം എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് ഇതിവിടെ പതിക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയാണ് ഫേമസ് ഡാംസ് എന്ന് പറയുന്നത്. ഇനി കേരളത്തിലെ ആദ്യത്തെ ഉരുക്ക് തടയണ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് ഭാരതപ്പുഴയിലാണ്. കേരളത്തിലെ ആദ്യത്തെ ഉരുക്ക് തടയണ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് എവിടെയാണ്? ഭാരതപ്പുഴയിലാണ്. ഏതിനൊക്കെ കണക്ട് ചെയ്യുന്നു? മാനന്നൂരിനെയും പൈങ്കുളത്തെയും കണക്ട് ചെയ്യുന്നു. പാലക്കാട് മാനന്നൂർ എന്ന് പറയുന്നത് പാലക്കാടാണ്. പൈങ്കുളം എന്ന് പറയുന്നത് തൃശ്ശൂരാണ് ട്ടോ. ഓക്കെ. അപ്പൊ പാലക്കാടിലെ മാന്നന്നൂറാണ്. മായന്നൂർ അല്ല, മാറിപ്പോവരുത്. മാന്നന്നൂറാണ്. മായന്നൂരിൽ വെച്ചിട്ട് എന്താണ്? മായന്നൂരിൽ വെച്ചിട്ട് ഗായത്രിപ്പുഴ ഭാരതപ്പുഴയിൽ പോയി ചേരുന്നതാണ് മായന്നൂർ. ഇത് മാന്നന്നൂർ. മാന്നന്നൂർ അതായത് പാലക്കാട് മാന്നന്നൂറും തൃശ്ശൂർ പൈങ്കുളത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ ഉരുക്ക് തടയണ എവിടെയാണ്? നമ്മുടെ ഭാരതപ്പുഴയിലാണ് വന്നത്. കേരളത്തിലെ ആദ്യത്തെ ഉരുക്ക് തടയണ. പിന്നെ പൊന്നാൽ നമ്മുടെ ഭാരതപ്പുഴയുടെ എന്താണ്
പതനസ്ഥാനമായിട്ടുള്ള പൊന്നാനിയിലാണ് എന്തുണ്ട്? പൊന്നാനി ഫിഷിംഗ് ഹാർബർ, അതുപോലെ തന്നെ പൊന്നാനി തുറമുഖമൊക്കെ എവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട്? ഭാരതപ്പുഴ നമ്മുടെ ഇതിൽ വന്ന് പതിക്കുന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്നുണ്ട്. പിന്നെ നിളയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് ആരാണ്? എം.ടി. വാസുദേവൻ നായരാണ് നിളയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നത്. എം.ടി. വാസുദേവൻ നായരാണ്. എന്നാൽ നിളയുടെ കവി എന്നറിയപ്പെടുന്നത് ആരാണ്? പി. കുഞ്ഞിരാമൻ നായരാണ്. നിളയുടെ കവി എന്നറിയപ്പെടുന്നത് പി. കുഞ്ഞിരാമൻ നായരാണ്. പിന്നെ നമ്മുടെ ഭാരതപ്പുഴയുടെ തീരത്താണ് നമ്മുടെ കുഞ്ചൻ നമ്പ്യാർ ജനിച്ചിട്ടുള്ള കിള്ളിക്കുറിശി മംഗലം സ്ഥിതി ചെയ്യുന്നത്. കുഞ്ചൻ നമ്പ്യാരുടെ ബർത്ത് പ്ലേസ് ആയിട്ടുള്ള കിള്ളിക്കുറിശി മംഗലം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? നമ്മുടെ ഭാരതപ്പുഴയുടെ തീരത്താണ്. പിന്നെ കേരള കലാമണ്ഡലം എവിടെയാണ്? ചെറുതുരുത്തിയാണ് അല്ലെ? അതും എവിടെയാ സ്ഥിതി ചെയ്യുന്നത്? നമ്മുടെ ഭാരതപ്പുഴയുടെ തീരത്താണ് കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത്. പിന്നെ നിള നോളേജ് സെന്റർ. നിള നോളേജ് സെന്റർ എന്താണ്? ഭാരതപ്പുഴയുടെ പുനരുജ്ജീവനം ലക്ഷ്യമാക്കി കേന്ദ്ര സർക്കാർ ആരംഭിക്കുന്ന വിജ്ഞാന കേന്ദ്രമാണ് നിള നോളേജ് സെന്റർ എന്ന് പറയുന്നത്. ഭാരതപ്പുഴയുടെ പുനരുജ്ജീവനം ലക്ഷ്യമാക്കിയിട്ട് കേന്ദ്ര സർക്കാർ ആരംഭിക്കുന്ന വിജ്ഞാന കേന്ദ്രമാണ് നിള വിജ്ഞാന കേന്ദ്രം എന്ന് പറയുന്നത്. ഇനി എന്താണ് മിനി പമ്പ പ്രോജക്റ്റ് എന്ന് പറയുന്നത്? മിനി പമ്പ പ്രോജക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഭാരതപ്പുഴയുടെ തീരത്ത് മലപ്പുറം ജില്ലയിലെ കുറ്റിപ്പുറം എന്ന് പറയുന്ന സ്ഥലത്ത് കുറ്റിപ്പുറം ബ്രിഡ്ജിനടുത്തായിട്ട് ഒരു സ്നാനഘട്ടം ഉണ്ട്. അതിനെ നമ്മൾ ഔദ്യോഗികമായിട്ട് ശബരിമലയുടെ ഇടത്താവളമായിട്ട് പ്രഖ്യാപിച്ചു. ഇതിനെയാണ് നമ്മൾ മിനി പമ്പ എന്ന് പറയുന്നത്. അതായത് നിങ്ങൾ വാർത്തകളിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും, മിനി പമ്പയെ കേരള സർക്കാർ അവഗണിച്ചു, അതിന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ഒന്നും ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ വാർത്തകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലെ? അത് എവിടെയാണ്? മലപ്പുറത്തെ കുറ്റിപ്പുറം പാലത്തിന് സമീപത്തായിട്ടാണ് മിനി പമ്പ സ്ഥിതി ചെയ്യുന്നത്. അത് ഭാരതപ്പുഴയുടെ തീരത്ത് മലപ്പുറം ജില്ലയിൽ കുറ്റിപ്പുറം പാലത്തിന് സമീപത്തുള്ള അവിടെ സ്നാനഘട്ടമുണ്ട്. ആ സ്നാനഘട്ടത്തെ നമ്മുടെ ഔദ്യോഗികമായിട്ട് ശബരിമലയുടെ ഇടത്താവളമായിട്ട് പ്രഖ്യാപിച്ചു. അതാണ് മിനി പമ്പ എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയുമാണ് ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമ്മളപ്പോ എന്തൊക്കെയാണ് നദികള്, നദികളുടെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റുകൾ പഠിച്ചു. പിന്നെ ഭാരതപ്പുഴയെ കുറിച്ച് പഠിച്ചു, പെരിയാറിനെ കുറിച്ച് പഠിച്ചു. ഡീറ്റെയിൽ ആയിട്ട് തന്നെ നിങ്ങൾക്ക് നല്ല വൃത്തിക്ക് അതിന്റെ കോഴ്സ് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, എന്നോട് ചോദിക്കാം, ഞാൻ പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഞാൻ വൈൻഡ് അപ്പ് ചെയ്യാണ്. സോ താങ്ക് യു ആൾ. നമുക്കിപ്പോൾ ഇന്നത്തെ ക്ലാസ് എന്ത് ചെയ്യാം, വൈൻഡ് അപ്പ് ചെയ്യാം. താങ്ക് യു ആൾ.